very basic information about tuberculosis. The tuberculosis is a communicable disease that we all know and is a major cause of ill health. So TB is caused by the Bacillus mycobacterium tuberculosis. Mostly it affects the lungs. That is what we call it as pulmonary TB. And it can affect all other parts of the body except the hair and nails. TB എവിടെ വേണമെങ്കിലും വരാം. അതൊരു ശ്വാസകോശ സംബന്ധമായ മാത്രമായ രോഗമല്ല. കേരളത്തിലെ കണക്ക് വെച്ച് നോക്കുമ്പോൾ നമ്മൾ ഒരു വർഷം കണ്ടെത്തുന്ന TB കേസുകളിൽ 35% എക്സ്ട്രാ പൾമണറി TB കേസാണ്. 65% പൾമണറി TB കേസും വരും. ആൻഡ് ബീങ് an airborne disease, it usually spreads when people who are sick with TB expel bacteria into the air. ഒരുപക്ഷെ ചുമയ്ക്കുമ്പോഴോ തുമ്മുമ്പോഴോ ഉറക്കെ ഷൗട്ട് ചെയ്യുമ്പോഴോ സംസാരിക്കുമ്പോഴോ വളരെ ക്ലോസ് റേഞ്ചിൽ ഒത്തിരി നേരം സംസാരിക്കുമ്പോഴോ ഒക്കെ ഒരു പൾമണറി TB കേസിൽ നിന്നാണ് മറ്റൊരാൾക്ക് അസുഖം സ്പ്രെഡ് ചെയ്യുന്നത്. ആൻഡ് ഇതിനകത്ത് ഒരേ ഒരു പോയിന്റ് മാത്രമേ എനിക്ക് ഫോക്കസ് ചെയ്ത് പറയാനുള്ളൂ. അതായത് ദിസ് ബാക്ടീരിയ ഹാസ് ഗോട്ട് എ പെർട്ടിക്കുലർ ഫീച്ചർ. അതായത് ഈ ഒരു രോഗാണു നമ്മുടെ ഉള്ളിൽ കയറിയാൽ അതിന് വർഷങ്ങളോളം ഒരു ഡോർമൻ സ്റ്റേറ്റ് അല്ലെങ്കിൽ വെരി സ്ലോലി മൾട്ടിപ്ലൈയിങ് സ്റ്റേറ്റിൽ നമ്മുടെ ടിഷ്യൂയിൽ പേഴ്സിസ്റ്റ് ചെയ്യാൻ പറ്റും. അതായത് അത് നശിച്ചു പോകില്ല. പിന്നെ എന്നാണോ നമ്മുടെ ഇമ്മ്യൂൺ റെസ്പോൺസ് വളരെയധികം കുറയുകയോ, അതായത് എന്തെങ്കിലും ഒരു മാറാരോഗം വരുന്നു, അൺകൺട്രോൾഡ് ഡയബറ്റിസ് വരുന്നു, മാൽന്യൂട്രീഷൻ വരുന്നു, ഈ സമയത്ത് വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾക്ക് എക്സ്പോഷർ കിട്ടി നമ്മുടെ ശരീരത്തിൽ കയറിയ മൈക്കോബാക്ടീരിയം ട്യൂബർക്കുലോസിസ് ആക്റ്റീവ് ആവുകയും നമുക്ക് അസുഖം വരികയും ചെയ്യും. ഓക്കെ, അപ്പോൾ ഈ ഒരു പോയിന്റ് കൊണ്ടാണ് പലപ്പോഴും നമ്മൾ ഒരു TB പേഷ്യന്റിനോട് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് പരിചയത്തിൽ ആർക്കെങ്കിലും TB വന്നിട്ടുണ്ടോ എന്ന് പറയുമ്പോൾ പലരും പറയുന്ന ഒരു ഹിസ്റ്ററി അച്ഛന് വർഷങ്ങൾക്ക് മുമ്പ് വന്നിരുന്നു, അല്ലെങ്കിൽ അപ്പൂപ്പന് വന്നിരുന്നു, അതൊക്കെ 10-20 വർഷം മുമ്പാണ് എന്നുള്ളൊരു ഹിസ്റ്ററി പറയും. സോ ദിസ് ഈസ് വൺ ക്യാച്ച് പോയിന്റ്. എത്ര വർഷം കഴിഞ്ഞാലും നമ്മുടെ ഹെൽത്ത് കണ്ടീഷൻ പുവർ ആവുന്ന ഒരു സ്റ്റേറ്റിൽ ഈ ഡിസീസ് വീണ്ടും ആക്റ്റീവ് ആവാൻ ചാൻസ് ഉണ്ട്. ഇന്ന് ഞാൻ ഈ പറഞ്ഞ കൂട്ട് 35% കേസുകൾ എക്സ്ട്രാ പൾമണറി TB ആണെങ്കിലും നമ്മുടെ ഡിസ്കഷൻ ഡയഗ്നോസിസിലാണെങ്കിലും സാമ്പിൾ കളക്ഷനിലെല്ലാം പ്രൈമറിലി നമ്മൾ ഫോക്കസ് ചെയ്യുന്ന പൾമണറി TB കേസ് ആയിരിക്കും. കാരണം നമ്മുടെ ഒരു പെരിഫറൽ മോസ്റ്റ് ഹെൽത്ത് ഫെസിലിറ്റി ലെവലിൽ ഒരുപക്ഷെ എക്സ്ട്രാ പൾമണറി TB നമുക്ക് ഇന്ന പേഷ്യന്റിന് ഉണ്ടാകാം എന്ന് സംശയിക്കാം എന്നല്ലാതെ അതിനപ്പുറം ഉള്ളൊരു ഡയഗ്നോസിസ് അവിടെ നടത്തിയെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ അവിടെ ചെയ്താൽ നല്ല കാര്യം. അതായത് ഏതെങ്കിലും വഴി കൂടെ FNAC എടുത്തോ, ഒരു ലിംഫ് നോഡ് സ്വെല്ലിങ്ങിന്റെ ബയോപ്സി എടുത്തോ, സ്കാൻ വഴിയോ, എങ്ങനെ വേണേലും അൾട്രാസൗണ്ട് സ്കാനിങ് വഴിയോ, CT വഴിയോ, MRI വഴിയോ ഒക്കെ നമുക്ക് എക്സ്ട്രാ പൾമണറി TB ഡയഗ്നോസ് ചെയ്യാം. അത് ചെയ്താൽ വളരെ നല്ല കാര്യം. പക്ഷേ നമ്മുടെ ഫോക്കസ് നമ്മളുടെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ വരുന്ന ഒരു പൾമണറി TB കേസ് പോലും നമ്മളുടെ കയ്യിൽ നിന്ന് മിസ് ഔട്ട് ചെയ്യരുത്. സോ അവരെപ്പോഴാണോ നമ്മളുടെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ വരുന്ന ആ ഒരു ഫസ്റ്റ് ഓപ്പർച്യൂണിറ്റിയിൽ തന്നെ അവരെ ഡയഗ്നോസ് ചെയ്യാൻ നമ്മൾ എക്യുപ്ഡ് ആയിരിക്കണം. ഓക്കെ, ആൻഡ് ദിസ് ഇസ് ദ മോസ്റ്റ് കീ പോയിന്റ് ദാറ്റ് നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ എപ്പോഴും ഓർക്കേണ്ട കാര്യമാണ്. TB ഡിസീസിന്റെ 4 മേജർ സിംറ്റംസ് ഉണ്ട്, which we usually call it as the 4-symptom complex or 4S symptoms. അതായത് ഫീവർ, കോഫ്, വെയിറ്റ് ലോസ്, നൈറ്റ് സ്വെറ്റ്സ്. സാധാരണ നമ്മൾ പറയുന്നത് ഫീവർ ഫോർ മോർ ദാൻ 2 weeks, കോഫ് ഫോർ മോർ ദാൻ 2 weeks, സിഗ്നിഫിക്കൻറ്റ് വെയിറ്റ് ലോസ്, അതായത് ഒരു അകാരണമായ വെയിറ്റ് ലോസ്. അദ്ദേഹം ഡയറ്റ് നോക്കുന്നില്ല, എക്സസൈസ് നോക്കുന്നില്ല, മറ്റ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്ന കാരണങ്ങളൊന്നുമില്ലാതെ അദ്ദേഹത്തിന്റെ ബോഡി വെയിറ്റിന്റെ ഒരു 5% ബോഡി വെയിറ്റ് കഴിഞ്ഞ ഒരു 3 മാസത്തിനുള്ളിൽ കുറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ സിഗ്നിഫിക്കൻറ്റ് വെയിറ്റ് ലോസ് എന്ന് പറയുന്നത്. പിന്നെ നൈറ്റ് സ്വെറ്റ്, അതായത് രാത്രി നേരങ്ങളിൽ അമിതമായ വിയർപ്പ്, ഒരുപക്ഷെ ഇട്ടിരിക്കുന്ന വസ്ത്രം പോലും നനയുന്ന ലെവലിലേക്കുള്ള വിയർപ്പ് പോലും കണ്ടെന്നിരിക്കാം. ഇത്രയാണ് മോസ്റ്റ് ഓഫ് ദ ടൈം ഒരു TB പേഷ്യന്റിന് ഉണ്ടാവുന്ന ലക്ഷണം. ഇത് 4ഉം കൂടെ വേണമെന്നില്ല. ഇതിനകത്ത് ഏതെങ്കിലും ഒരെണ്ണം ഒരു പേഷ്യന്റ് കംപ്ലൈന്റ് ചെയ്യുവാണെങ്കിൽ തന്നെ അദ്ദേഹത്തിന് TB ഉണ്ട് എന്ന് നമ്മൾ സംശയിക്കണം. ആൻഡ് നെക്സ്റ്റ് ലെവലിലുള്ള മോസ്റ്റ് കോമൺ സിംറ്റംസ് ആണ് ലോസ് ഓഫ് അപ്പറ്റൈറ്റ്, ബ്ലഡ് സ്റ്റെയിൻഡ് സ്പ്യൂട്ടം, ഒരു അബ്നോർമൽ ചെസ്റ്റ് എക്സ്റേ, പിന്നെ ചെസ്റ്റ് പെയിൻ കാണും. പ്ലൂറൽ TB ആണെങ്കിലോ പൾമണറി TB ആണെങ്കിലോ, എക്സ്ട്രാ പൾമണറി TB ആണെങ്കിൽ അത് ഏത് സിസ്റ്റത്തിനെയാണ് അഫക്ട് ചെയ്തത് അതിനെ സംബന്ധിച്ചുള്ള ലക്ഷണങ്ങളായിരിക്കും ചിലപ്പോൾ പേഷ്യന്റ് പറയുന്നത്. ലിംഫ് നോഡ് TB ആണെങ്കിൽ കഴകൾക്ക് വീക്കമായിരിക്കും പറയുക. ജോയിന്റ് TB ആണെങ്കിൽ
ജോയിന്റുകൾക്ക് സന്ധി വേദനയായിരിക്കും പറയുന്നത്. ഇപ്പം ടി ബി മെനിഞ്ചൈറ്റിസ് എന്ന് പറയുന്ന തലച്ചോറിനെ മറ്റു ബാധിക്കുന്ന ടി ബി ആണെങ്കിൽ അദ്ദേഹത്തിന് ഓറിയന്റേഷന്റെ ബുദ്ധിമുട്ട് കാണും. സ്പൈൻ ടി ബി ആണെങ്കിൽ ശരിക്കും ഒരുപക്ഷെ പെയിൻ ആയിരിക്കും പറയുന്ന, സ്ഥിരമായ നടുവേദന, ചിലപ്പോൾ പാരാലിസിസിലേക്ക് പോയേക്കാം. അബ്ഡോമിനൽ ടി ബിക്ക് ആണെങ്കിൽ ചിലപ്പോൾ അതൊരു മുഴയായിട്ട് പ്രസന്റ് ചെയ്യാം, അല്ലെങ്കിൽ അബ്നോർമൽ ബവൽ മൂവ്മെന്റ്സ് ആയിരിക്കാം, ഡയേറിയ വന്നിരിക്കാം, അങ്ങനെയൊക്കെ ലക്ഷണങ്ങൾ വരും. നമ്മൾ പ്രൈമറിലി ഫോക്കസ് ചെയ്യേണ്ടത് ഫീവർ, കോഫ്, വെയിറ്റ് ലോസ് ആൻഡ് നൈറ്റ് സ്വെറ്റ് എന്ന് പറയുന്ന ഈ 4 ലക്ഷണങ്ങൾ ഒരാൾ പറയുകയാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ ചോദിക്കുമ്പോൾ അവർ ഇതിനകത്ത് ഏതെങ്കിലും ഒരെണ്ണം പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ ഉറപ്പായിട്ടും അദ്ദേഹം ടെസ്റ്റിന് വിധേയമായിരിക്കണം. സോ ട്രാൻസ്മിഷൻ ഓഫ് ടി ബിയില് ഒരു പോയിന്റ് നമ്മൾ പണ്ട് പഠിക്കുന്ന കാലം മുതലേ പറയുന്നതാണ്. ഒരു പൾമണറി ടി ബി പേഷ്യന്റിന് അദ്ദേഹത്തിന് കൃത്യമായ ചികിത്സ കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ 1 വർഷം അദ്ദേഹം 10 തൊട്ട് 15 പേർക്ക് ഈ അസുഖം ട്രാൻസ്മിറ്റ് ചെയ്യാം. അതായത് ഈ 15 പേർക്കും ടി ബി ഡിസീസ് അല്ല വരുന്നത്, അവര് ടി ബി ഇൻഫെക്റ്റഡ് ആവും. അതായത് അവരുടെ ഉള്ളിൽ ടി ബി രോഗാണു കയറിയിട്ടുണ്ടാവും. യൂഷ്വലി ഒരു നാച്ചുറൽ കോഴ്സ് അൺട്രീറ്റഡ് ടി ബി പേഷ്യന്റ് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് 2 വർഷത്തിനുള്ളിൽ ട്രീറ്റ്മെന്റ് കിട്ടിയില്ലെങ്കിൽ അദ്ദേഹം ഒന്നുകിൽ മരണപ്പെടുകയോ ചെറിയൊരു ശതമാനം, വളരെ ചെറിയൊരു ശതമാനത്തിന് ഓട്ടോ ക്യൂർ എന്ന് പറയുന്ന ഒരു ഫിനോമിനും കൂടെ ഉണ്ട്. ഒരു ചികിത്സ എടുത്തില്ലെങ്കിലും വളരെ ചെറിയൊരു ശതമാനം പേര് ഒരുപക്ഷെ ടി ബി രോഗം തന്നെത്താൻ ഇല്ലാതായി പോവാം. പക്ഷെ അതിൽ നമ്മൾ റിലേ ചെയ്യുന്നില്ല, നമുക്ക് ആ റിസ്ക് എടുക്കാൻ പറ്റില്ല. സോ ഒരു ടി ബി പേഷ്യന്റിനെ നമ്മൾ കണ്ടെത്താൻ ലേറ്റ് ആവുന്ന അനുസരിച്ച് 10 തൊട്ട് 15 പേർക്കും ടി ബി ഇൻഫെക്ഷൻ കിട്ടും. ഞാൻ ഇപ്പോൾ പറഞ്ഞ കഥ ഒന്നുകൂടെ പിക്ചർ വഴി എക്സ്പ്ലെയിൻ ചെയ്തതാണ്. എപ്പോഴാണോ ഒരു അൺട്രീറ്റഡ് ആയിട്ടുള്ള പൾമണറി ടി ബി പേഷ്യന്റ് ഒരു ഹെൽത്തി ആയിട്ടുള്ള പോപ്പുലേഷന്റെ അടുത്ത് വന്നിരുന്നു ഉറക്ക ചുമക്കുകയോ തുമ്മുകയോ സംസാരിക്കുകയോ ഒരുപാട് സമയങ്ങൾ, പറയുന്നത് ഒരു ദിവസം അല്ലെങ്കിൽ ഒരു രാത്രി അടുപ്പിച്ച് നമ്മളുമായിട്ട് വളരെ ക്ലോസ് കോണ്ടാക്റ്റിൽ, ക്ലോസ്ഡ് ഏരിയയിൽ വന്നിട്ടുണ്ടെങ്കിൽ ദോസ് പീപ്പിൾ ആർ സെഡ് ടു ബി എക്സ്പോസ്ഡ് ടു ടി ബി. അവർ ടി ബിയിലേക്ക് എക്സ്പോസ്ഡ് ആയി. ആ എക്സ്പോസ്ഡ് ആവുന്നതിൽ ഒരു 30% പേർക്കായിരിക്കും ഇൻഫെക്റ്റഡ് ആവുന്നത്. ബാക്കിയുള്ളവരുടെ വളരെ സ്ട്രോങ് ഇമ്മ്യൂൺ റെസ്പോൺസ് കൊണ്ടോ അല്ലെങ്കിൽ അവർക്ക് കിട്ടിയ ഈ ചുമയുടെയോ അല്ലെങ്കിൽ കിട്ടിയ രോഗാണുവിന്റെ സ്ട്രെങ്ത് അനുസരിച്ചിട്ടോ അല്ലെങ്കിൽ നമ്പർ അനുസരിച്ചോ 70% പേർക്കും ഈവൻ ഇൻഫെക്ഷൻ പോലും കിട്ടത്തില്ല. പക്ഷേ 30% ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള കേസുകളിൽ ഒരു 10% വിത്തിൻ 2 ഇയേഴ്സ് തന്നെ ആക്റ്റീവ് ടി ബി ഡിസീസ് ആയിട്ട് നമ്മുടെ അടുത്തെത്തും. ബാക്കി ഈ 30% മറ്റൊരു 10% താഴെ ഉള്ളവർ അവരുടെ ലൈഫ് ടൈമിൽ എപ്പോഴെങ്കിലും അവരുടെ ആരോഗ്യം ക്ഷയിക്കുന്ന ഒരു സിറ്റുവേഷൻ വരുമ്പോഴത്തേന് ആക്റ്റീവ് ടി ബി ആയിട്ട് വരും. സോ ടി ബി എന്ന് പറയുന്ന ഡിസീസിനെ നമ്മൾക്ക് എലിമിനേറ്റ് ചെയ്യണം എന്നാണ് ആഗ്രഹിക്കുന്നെങ്കിൽ ഒന്നാമത്തെ കാര്യം, ഒരു പൾമണറി ടി ബി കേസ് നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായാൽ എത്രയും പെട്ടെന്ന് അയാളെ ഡയഗ്നോസ് ചെയ്ത് ആ ചെയിൻ ഓഫ് ട്രാൻസ്മിഷൻ ബ്രേക്ക് ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ എന്താണോ കോവിഡിന്റെ സമയത്ത് ചെയ്തിരുന്നത് അത് തന്നെയാണ് ഇവിടെയും ചെയ്യുന്നത്, പക്ഷേ ലിറ്റിൽ ഡിഫറെന്റ് ആണെന്ന് മാത്രം. നമുക്ക് കുറച്ചുകൂടി സമയം ഉണ്ടെന്ന് പറയാം. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി കേരളത്തിൽ ഇപ്പോൾ ഒരു ടി ബി പേഷ്യന്റ് ഡയഗ്നോസ് ചെയ്തെടുക്കുന്നത്, അദ്ദേഹത്തിന് സിംറ്റം തുടങ്ങി 1 മാസം മുതൽ 1 വർഷം വരെ എടുക്കുന്നുണ്ട് പലപ്പോഴും ഒരു പൾമണറി ടി ബി കേസിനെ ഡയഗ്നോസ് ചെയ്യാൻ. ഇത് ഈ 1 വർഷത്തിനുള്ളിൽ അദ്ദേഹം പല ആശുപത്രികളും സന്ദർശിച്ചിട്ടുണ്ടാവും. പല അടുത്തൊന്നും ഈ ചുമ, പനി എന്ന് പറയുന്നത് ഒരു കോമൺ സിംറ്റം ആയതുകൊണ്ട് ഒരു കോഴ്സ് ആന്റിബയോട്ടിക് കൊടുത്തിട്ട് തിരിച്ചു വരാൻ പറയാണ് സാധാരണഗതിയിൽ പറയുന്നത്. പക്ഷെ നമുക്കറിയാം മിക്കവാറും ആളുകൾ ആ ഒരു കോഴ്സ് ആന്റിബയോട്ടിക് എടുത്തിട്ട് നമ്മളുടെ അടുത്തേക്ക് തിരിച്ചു വരില്ല, പകരം അവര് അടുത്ത ഡോക്ടറിനെ കാണാൻ പോകും. അവിടെയും ഈ ഒരു ആക്ടിവിറ്റി റിപ്പീറ്റ് ചെയ്യും. അങ്ങനെ ഒരു ഡിസീസിന്റെ സിവിയർ ഫോമിൽ എത്തുമ്പോഴാണ് പലപ്പോഴും ഡയഗ്നോസ് നടക്കുന്നത്. ഇത് കാരണം 2 സംഭവങ്ങൾ നടക്കും. ഒന്ന്, കമ്മ്യൂണിറ്റിയിൽ കൂടുതൽ ടി ബി ഡിസീസ് സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കും. രണ്ടാമത്തെ കാര്യം, ആ ഒരു വ്യക്തിയുടെ ട്രീറ്റ്മെന്റ് ഔട്ട്കം ഒരു പക്ഷേ മരണത്തിലേക്കോ അല്ലെങ്കിൽ അദ്ദേഹം കുറെ കൂടെ കോംപ്ലിക്കേറ്റഡ് ടി ബിയോ ഡ്രഗ് റെസിസ്റ്റന്റ് ടി ബിയിലേക്കോ മാറാനുള്ള ചാൻസും കൂടെ കൂടും. സോ നമ്മുടെ പ്രൈമറിലി ഫോക്കസ് ഒരു പ്രിസംപ്റ്റീവ് ടി ബി കേസ്, ടി ബി എന്ന് സംശയിക്കുന്ന ഒരാളെ നമ്മളുടെ ഇൻസ്റ്റിറ്റ്യൂഷനിലോ നമ്മളുടെ ഫീൽഡ് ഏരിയയിലോ നമ്മൾ കണ്ടെത്തിയാൽ അടുത്തൊരു ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യരുത്. ആ ഫസ്റ്റ് ഓപ്പർച്യൂണിറ്റി തന്നെ അദ്ദേഹത്തിനെ ടെസ്റ്റിങ്ങിന് വിധേയമാക്കുക. ഇനി ഈ ലോകത്ത് എല്ലാവർക്കും വരാൻ
പോകുന്ന ഒരു അസുഖമല്ല TB. നമ്മൾ കുറച്ചുകൂടി TB വരുന്ന രോഗികളെ കൂടുതൽ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലായി വരുന്നത് TB വരാൻ കുറച്ച് ചാൻസ് കൂടുതലുള്ള ആളുകളുണ്ട്. ആ കൂടുതലുള്ള ആളുകളെയാണ് ഞാൻ ഇവിടെ 3 ഗ്രൂപ്പായിട്ട് തരം തിരിച്ചിരിക്കുന്നത്. ഇവരിലാണ് സാധാരണ ഒരു ജനറൽ പോപ്പുലേഷനേക്കാൾ അധികം ഹൈ റിസ്ക് ഫോർ ഡെവലപ്പിംഗ് TB ഇൻ ഫ്യൂച്ചർ. ഞാൻ ഇതിൽ റെഡിൽ മാർക്ക് ചെയ്തിരിക്കുന്നവരാണ് പ്രധാനമായിട്ടും കേരളത്തിനെ സംബന്ധിച്ച് ദ മോസ്റ്റ് TB കേസുകളെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. ഒന്നാമത്തത് ഹൗസ് ഹോൾഡ് ഓർ വർക്ക് പ്ലേസ് കോണ്ടാക്ട്സ് ഓഫ് TB. ഞാനത് ബ്ലോക്ക് ലെറ്റേഴ്സിൽ റെഡിൽ തന്നെ ഇട്ടേക്കുന്നത്. ദിസ് ഇസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഗ്രൂപ്പ്. ആൻഡ് ദെൻ പീപ്പിൾ ലിവിംഗ് വിത്ത് HIV, പാസ്റ്റ് ഹിസ്റ്ററി ഓഫ് TB, ഡയബറ്റീസ് ഉള്ള ആളുകൾ, ദെൻ ക്രോണിക് കിഡ്നി ഡിസീസ്, COPD പേഷ്യൻസ്, അണ്ടർ നറിഷ്ഡ്, ടൊബാക്കോ ആൻഡ് ആൽക്കഹോൾ യൂസ്. ഇത്രയും പേര് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ സ്റ്റെപ്പ് ഇൻ ചെയ്യുമ്പോഴോ നമ്മളുടെ ഫീൽഡ് ഏരിയ ഉണ്ടെങ്കിലോ നമ്മൾ അവരോട് അങ്ങോട്ട് TBയുടെ ലക്ഷണങ്ങൾ ഉണ്ടെന്ന് ഉറപ്പായിട്ടും ചോദിക്കേണ്ട ഗ്രൂപ്പാണ്. ഇത്രയും ഗ്രൂപ്പിനെ നമ്മൾ ഫോക്കസ് ചെയ്ത് സ്ക്രീനിങ് ആൻഡ് ടെസ്റ്റിംഗ് ആക്ടിവിറ്റീസ് നടത്തിയാൽ തന്നെ നമ്മുടെ ഡെത്ത് റേറ്റും TB ഇൻസിഡൻസും വലിയ തോതിൽ കുറയ്ക്കാൻ പറ്റും. So what is our current scenario with related to TB at global level? There is an estimated 10.8 million people fell ill with TB in 2023 and 1.25 million deaths from TB in 2023. കോവിഡ് മുതൽ കഴിഞ്ഞ 3 വർഷം കോവിഡ് ആയിരുന്നു ലീഡിംഗ് കോസ് ഓഫ് ഡെത്ത് ഫ്രം എ സിംഗിൾ ഇൻഫെക്ഷ്യസ് ഏജന്റ് ആൻഡ് TB രണ്ടാം സ്ഥാനത്തേക്ക് പുറന്തള്ളപ്പെട്ടിരുന്നു കഴിഞ്ഞ ഒരു 3 വർഷം. പക്ഷേ എഗെയിൻ in last year TB became the leading cause of death from a single infectious agent. TB നമുക്ക് അങ്ങനെ മറന്നു കളയാൻ പറ്റുന്ന ഒരു രോഗമല്ല. അടുത്ത കണക്ക് ഇന്ത്യയുടെ ബേർഡൻ നോക്കുമ്പോൾ 2.8 മില്യൺ TB കേസുകളും 3,15,000 ഡെത്തുമാണ് 2023 TB മൂലം ഉണ്ടായിട്ടുണ്ട് എന്ന് നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്തിരിക്കുന്നത്. അതായത് ലോകത്തുള്ള ടോട്ടൽ TB കേസുകളുടെ 26%, അതായത് 4/1 ഇന്ത്യയിലാണ് വന്നിരിക്കുന്നത്. ഇനി കേരളം TB എലിമിനേഷൻ പ്രവർത്തനങ്ങളിൽ രാജ്യത്ത് ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു സംസ്ഥാനമാണ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഒരുപാട് ജനപങ്കാളിത്തത്തോടു കൂടിയുള്ള ആക്ടിവിറ്റീസ് കാരണം, സോഷ്യൽ ഡിറ്റർമിനൻസിലുള്ള ഇംപ്രൂവ്മെന്റ് കാരണം, ഹെൽത്ത് സീക്കിംഗ് ബിഹേവിയർ കാരണം നമുക്ക് ഒത്തിരി TB കേസുകൾ കുറയ്ക്കാൻ പറ്റിയിട്ടുണ്ട്. ബട്ട് സ്റ്റിൽ കേരളത്തിൽ ഒരു വർഷം 22,000 അടുപ്പിച്ച് TB കേസുകൾ ഇപ്പോഴും ഉണ്ട്. ആൻഡ് ദ കീ പോയിന്റ് ടു നോട്ട് ഹിയർ ഈസ് ദാറ്റ് കേരളത്തില് ഒരു വർഷം 2,000-ഓളം പേർ TB മൂലം മരിക്കുന്നുമുണ്ട്. കണക്ക് വെച്ച് നോക്കുമ്പം നമ്മുടെ TB ഡെത്ത് റേറ്റ് 10% ആണ്. നാഷണൽ കണക്കുകൾ നോക്കുമ്പോൾ ഈ 10% അത്യാവശ്യം ഉയർന്ന ഒരു കണക്കാണ്. നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് ഒരു 4.5 to 5% ഒക്കെയാണ് യൂഷ്വലി ഒരു TB ഡെത്ത് റേറ്റ് എക്സ്പെക്ട് ചെയ്യുമ്പോഴും കേരളത്തിൽ അത് 10% വരുന്നു. ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. എപ്പോഴും ഒരു ഇൻഡിക്കേറ്റർ നോക്കുമ്പോൾ നമുക്ക് അതിനെ നല്ല രീതിയിലും അതിനകത്ത് ഗ്യാപ്പുകളും ഐഡന്റിഫൈ ചെയ്ത് സംസാരിക്കാം. പക്ഷെ നമുക്ക് പ്രോഗ്രാം കൂടുതൽ ഇംപ്രൂവ് ചെയ്യണം. ഒരു പേഷ്യന്റിനെ പോലും നമുക്ക് TB മൂലം നഷ്ടപ്പെടാൻ പാടില്ല എന്നുള്ളത് കൊണ്ട് ഈ ഹൈ ഡെത്ത് റേറ്റിന്റെ 2 മേജർ പ്രോഗ്രാം ഗ്യാപ്സ് ഞാനിവിടെ പറയാം. ഒന്നാമത്തെ കാര്യം തന്നെ ഡിലേ ഇൻ ഡയഗ്നോസിസ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു, പലപ്പോഴും പല ഹോസ്പിറ്റൽസും പല ഡോക്ടർമാരെയും കണ്ട ശേഷമാണ് ഈവൻ ഒരു പൾമണറി TB കേസ് പോലും നമുക്ക് ഡയഗ്നോസ് ചെയ്യാൻ പറ്റുന്നത്. അങ്ങനെ ഒരു കേസ് പോലും ഇനി കേരളത്തിൽ ഉണ്ടാവാതിരിക്കാൻ നമ്മൾ എല്ലാവരും എഫേർട്ട് ഇടണം. രണ്ടാമത്തെ കാര്യം, ട്രീറ്റ്മെന്റ് ഇനിഷ്യേറ്റ് ചെയ്ത ശേഷമുള്ള അവരുടെ റെഗുലർ ഫോളോ അപ്പ് ആണ്. അതിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് കേരളത്തിലെ പോപ്പുലേഷൻ ഇത്തിരി കോമോർബിഡിറ്റിയുടെ പ്രിവലൻസ് കൂടുതലുള്ള ഒരു പോപ്പുലേഷൻ ആണ്. അതായത് മിക്കവർക്കും മൾട്ടിപ്പിൾ കോമോർബിഡിറ്റി ആയിരിക്കും. റീനൽ ഡിസീസ് കാണും, ഹാർട്ട് ഡിസീസ് കാണും, ഡയബറ്റിക് ആയിരിക്കും, ഹൈപ്പർ ടെൻസീവ് ആയിരിക്കും, ചിലപ്പോൾ ഒരു മാലിഗ്നൻസിയുടെ ഹിസ്റ്ററി കാണും. അപ്പൊ ഇതിന്റെ എല്ലാത്തിന്റെയും കൂടെ TBയും കൂടെ വരുമ്പോൾ ആ പേഷ്യന്റിനെ രക്ഷിച്ചെടുക്കാൻ നമ്മൾ അത്രമാത്രം എഫേർട്ട് ഇടണം. സോ ഇതിനകത്ത് ഫസ്റ്റ് പോയിന്റ് ഡിലേ ഇൻ ഡയഗ്നോസിസിനെ നമുക്ക് എങ്ങനെ കൗണ്ടർ ചെയ്യാം എന്നാണ് ഇന്നത്തെ സെഷനിൽ നമ്മൾ കൂടുതലും ഫോക്കസ് ചെയ്യുക. ദിസ് ഇസ് ദ ഹിസ്റ്ററി ഓഫ് നാഷണൽ TB എലിമിനേഷൻ പ്രോഗ്രാം. ആദ്യം ഇത് 1962 നാഷണൽ TB കൺട്രോൾ പ്രോഗ്രാം ആയിട്ടാണ് തുടങ്ങിയത്. പിന്നെ അതിൽ ഒരുപാട് ഫ്ലോസ് ഉണ്ട്.
സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് ഇഷ്യൂസ് ഉണ്ടായിരുന്നു എന്നുള്ളതൊക്കെ കൊണ്ട് 1997 നമ്മൾ റിവൈസ്ഡ് നാഷണൽ TB കൺട്രോൾ പ്രോഗ്രാം കൊണ്ടുവന്നു, RNDCP. അത് ഡോട്ട്സ് എന്ന് പറയുന്ന ഒരു സ്ട്രാറ്റജിയെ ഫോക്കസ് ചെയ്തുകൊണ്ടായിരുന്നു. അതായത് കൃത്യമായും മരുന്നുകൾ ഒരു ആരോഗ്യ പ്രവർത്തകന്റെ മുന്നിൽ വെച്ച് തന്നെ പേഷ്യന്റ് കഴിക്കുകയും ട്രീറ്റ്മെന്റ് അഡ്ഹറൻസിൽ ഫോക്കസ് ചെയ്തുകൊണ്ട് വേണം പ്രോഗ്രാം മുന്നോട്ട് പോകാൻ എന്നുള്ളത് കൊണ്ടും വന്നതായിരുന്നു റിവൈസ്ഡ് നാഷണൽ TB കൺട്രോൾ പ്രോഗ്രാം. 2020 നമ്മൾ ഇനി കൺട്രോളിലല്ല എലിമിനേഷനിൽ ഫോക്കസ് ചെയ്യണം എന്നുള്ളത് കൊണ്ട് പ്രോഗ്രാം റീനെയിം ചെയ്ത് 2020 നാഷണൽ TB എലിമിനേഷൻ പ്രോഗ്രാമിലേക്ക് വന്നു. So this is the whole structure, how the program is organized in our country. At the national level, it comes under the Ministry of Health and Family Welfare. അവിടെ TBയുടെ പ്രോഗ്രാമിന് റിസോഴ്സ് സപ്പോർട്ടിനായിട്ടും പോളിസി മേക്കിങ്ങിനുമായിട്ട് നമുക്ക് സെൻട്രൽ TB ഡിവിഷൻ ഉണ്ട്, വിച്ച് ഈസ് സപ്പോർട്ടഡ് ബൈ നാഷണൽ കമ്മിറ്റി ആൻഡ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഹു എക്സൽ ഇൻ TB. ആൻഡ് സ്റ്റേറ്റ് ലെവലിൽ നമുക്ക് സ്റ്റേറ്റ് TB സെൽ ഉണ്ട്. അത് ചെയർ ചെയ്യുന്നത് അല്ലെങ്കിൽ അത് ഹെഡ് ചെയ്യുന്നത് ഒരു അഡീഷണൽ ഡയറക്ടറാണ് ഇൻ ഹെൽത്ത് സർവീസ്. കറന്റ്ലി ഇറ്റ് ഈസ് ഡോക്ടർ രാജാറാം. ആൻഡ് അതിനോടൊപ്പം ചേർന്ന് നമുക്കൊരു സ്റ്റേറ്റ് TB ട്രെയിനിങ് ആൻഡ് ഡെമോൺസ്ട്രേഷൻ സെന്റർ ഉണ്ട്. തിരുവനന്തപുരത്ത് തന്നെയാണ് ഈ രണ്ട് സ്ഥാപനങ്ങളും. ഈ സ്റ്റേറ്റ് TB ഡെമോൺസ്ട്രേഷൻ ആൻഡ് ട്രെയിനിങ് സെന്റർ ആണ് കൂടുതലും ട്രെയിനിങ് പ്രോഗ്രാമുകളും ഇവാലുവേഷൻ ആക്ടിവിറ്റീസും ഫോക്കസ് ചെയ്യുന്നത്. സ്റ്റേറ്റ് TB സെൽ ഈസ് എൻഗേജ് വിത്ത് ദ അഡ്മിനിസ്ട്രേറ്റീവ് ആക്ടിവിറ്റീസ്. ഡിസ്ട്രിക്ട് ലെവലിൽ നമുക്ക് എല്ലായിടത്തും ഒരു ഡിസ്ട്രിക്ട് TB സെൽ ഉണ്ട്. ദ ലീഡർ ഈസ് ദ ഡിസ്ട്രിക്ട് TB ഓഫീസർ. It is closely supported by the district program manager since the program comes under the umbrella of NHM. ഇനി സബ് ഡിസ്ട്രിക്ട് ലെവലില് TB പ്രോഗ്രാമിന്റെ കീഴിൽ ട്യൂബർകുലോസിസ് യൂണിറ്റ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട്. അതൊരു ഡിഫൈൻഡ് ജോഗ്രഫി അല്ല. കേരളത്തിൽ ഒരു 2-3 ബ്ലോക്കുകൾ ചേർന്നിട്ടാവാം ഒരു ട്യൂബർകുലോസിസ് യൂണിറ്റ് ഫോം ചെയ്യുന്ന. അങ്ങനെ ഒരു ജില്ലയിൽ 5 മുതൽ 7 വരെ ട്യൂബർകുലോസിസ് യൂണിറ്റ് കാണും. നോം എങ്ങനെയാണെന്ന് വെച്ചാൽ ആ ഒരു ട്യൂബർകുലോസിസ് യൂണിറ്റ് 5 ലക്ഷം പോപ്പുലേഷന് വേണ്ടിയിട്ടായിരിക്കും കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ടാവുക. അപ്പൊ ആ ട്യൂബർകുലോസിസ് യൂണിറ്റില് പ്രധാനമായിട്ട് 3 സ്റ്റാഫാണ് ആ ഒരു യൂണിറ്റിനെ മാനേജ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതായത് ഒന്ന് MOTC എന്ന് പറയും, മെഡിക്കൽ ഓഫീസർ ഫോർ TB കൺട്രോൾ, ഓർ വി ക്യാൻ കോൾ ഇറ്റ് as മെഡിക്കൽ ഓഫീസർ ഫോർ TB എലിമിനേഷൻ നൗ. ആൻഡ് അദ്ദേഹം ഹെൽത്ത് സർവീസിലുള്ള ഒരു ഡോക്ടർ ആയിരിക്കും. He is the one primarily linking the national TB elimination program with the peripheral health institution. അപ്പോൾ നിങ്ങളുടെ ഏരിയയിലെ TB റിലേറ്റഡ് പ്രോഗ്രാമിൽ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കോണ്ടാക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു വ്യക്തിയാണ് മെഡിക്കൽ ഓഫീസർ ഫോർ TB കൺട്രോൾ. അതുപോലെ തന്നെ അവിടെ ഒരു ട്രീറ്റ്മെന്റ് സപ്പോർട്ടിന് വേണ്ടിയിട്ട് സീനിയർ ട്രീറ്റ്മെന്റ് സൂപ്പർവൈസറും ദാറ്റ് ഈസ് STSഉം, അതുപോലെ ലാബ് കമ്പോണന്റിൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനും ഗൈഡ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനായിട്ട് there will be a senior TB ലാബ് സൂപ്പർവൈസർ ഓർ ദ STLS. കേരളത്തിൽ മൊത്തം 77 TU ഉണ്ട്. അവിടെയെല്ലാം നമുക്ക് STSഉം STLSഉം MOTCയും ഉണ്ടാവും. ചുരുക്കം ചിലയിടത്ത് പോസ്റ്റ് വേക്കന്റ് ആണെങ്കിൽ മാത്രമേ ഉള്ളൂ. ഇനി അർബൻ ഏരിയയിലേക്ക് വരുമ്പോൾ നമുക്ക് അഡീഷണൽ ഒരു സ്റ്റാഫും കൂടെ കാണും, ഹു ഈസ് കോൾഡ് TB ഹെൽത്ത് വിസിറ്റർ. അപ്പം മെഡിക്കൽ കോളേജുകൾക്കും അർബൻ ഏരിയകളിലും നമുക്ക് അങ്ങനെ ഒരു അഡീഷണൽ തസ്തിക കൂടിയുണ്ട്. ആൻഡ് ദേ ഓൾസോ ക്യാൻ ഹെൽപ്പ് ആൻഡ് ഗൈഡ് യു ഇൻ ദ TB എലിമിനേഷൻ ആക്ടിവിറ്റീസ്. ഈ ട്യൂബർകുലോസിസിന്റെ കീഴിലായിരിക്കും നമ്മുടെ പെരിഫറൽ ഹെൽത്ത് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്നത്. ഒരു പെരിഫറൽ ഹെൽത്ത് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുമ്പോൾ അവിടെ മിനിമം ഒരു മെഡിക്കൽ ഓഫീസർ ഉള്ളപ്പോഴാണ് നമ്മൾ അതിനെ പെരിഫറൽ ഹെൽത്ത് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് വിളിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഏരിയയിലുള്ള എല്ലാ പ്രൈവറ്റ് ഹെൽത്ത് ഫെസിലിറ്റീസിനെ നമ്മൾ പ്രോഗ്രാമുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുണ്ട്. ഇനി അതിന്റെ താഴെയോ അല്ലെങ്കിൽ അതേ ലെവലിലോ, അതായത് ട്യൂബർകുലോസിസ് യൂണിറ്റിന്റെ താഴെയുള്ള PHIകളിലോ അല്ലെങ്കിൽ ട്യൂബർകുലോസിസ് യൂണിറ്റിൽ ഒരുപക്ഷെ ഈ STSഉം STLSനെയും ഇരിക്കുന്നത് ഒരു താലൂക്ക് ആശുപത്രി ആയിരിക്കാം. അപ്പൊ ആ TU ഒരു താലൂക്ക് ആശുപത്രി ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഒരു ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽ ഉണ്ടായിരിക്കാം. അപ്പൊ അവിടെയെല്ലാം ഡയഗ്നോസ്റ്റിക് ഫെസിലിറ്റി ഉണ്ടെങ്കിൽ അതിനെ ഇപ്പോൾ നമ്മൾ വിളിക്കുന്നത് TB ഡയഗ്നോസ്റ്റിക് സെന്റേഴ്സ് എന്നാണ്. നേരത്തെ നമ്മൾ ഡെസിഗ്നേറ്റഡ് മൈക്രോസ്കോപ്പി സെന്റർ എന്ന് വിളിക്കുമായിരുന്നു. ഇപ്പോ NTPയുടെ കീഴിലുള്ള എല്ലാ ലാബുകളെയും TB ഡയഗ്നോസ്റ്റിക് സെന്റേഴ്സ് എന്നാണ് വിളിക്കുന്നത്. അപ്പൊ അതിന്റെ താഴെ PHC ലെവലില് നമുക്ക് ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്റേഴ്സ് ഉണ്ട്. അതിലും താഴെ ഫീൽഡ് ലെവലിൽ നമുക്ക് ഹെൽത്ത് വോളണ്ടിയേഴ്സ് ഉണ്ട്, ആശയുണ്ട്. So this is just the overview of what we do under the National TB Elimination Program. ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് പ്രിസംറ്റീവ് TB ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളതാണ്.
രണ്ടാമത്തെ കാര്യം, അങ്ങനെ ഐഡന്റിഫൈ ചെയ്ത ഒരു പ്രിസംറ്റീവ് TB കേസിനെ ഡയഗ്നോസിസിന് വേണ്ടിയിട്ടുള്ള ടെസ്റ്റിന്, അപ്രോപ്രിയേറ്റ് ടെസ്റ്റിന് വിധേയമാക്കുക. മൂന്നാമത്തത്, അങ്ങനെ ഒരു ടെസ്റ്റിലൂടെ ഒരാളെ പോസിറ്റീവ് ആയിട്ട് കിട്ടുകയാണെങ്കിൽ അദ്ദേഹത്തിന് ഇമ്മീഡിയറ്റ് ആയിട്ട് ട്രീറ്റ്മെന്റ് ഇനിഷ്യേറ്റ് ചെയ്യുക. നെക്സ്റ്റ് സ്റ്റെപ്പ്, അദ്ദേഹം ട്രീറ്റ്മെന്റ് കൃത്യമായി അഡ്ഹർ ചെയ്യുന്നുണ്ടെന്നും അദ്ദേഹം റെഗുലർ ആയിട്ട് നമ്മുടെ ഡയറക്ടറേറ്റ് ഓഫ് ഹെൽത്ത് സർവീസ് നാഷണൽ TB എലിമിനേഷൻ പ്രോഗ്രാമും പറയുന്ന കൂട്ടുള്ള ഫോളോ അപ്പിന് വരുന്നുണ്ട് എന്നുള്ള കാര്യം എൻഷുർ ചെയ്യുക. അതിനുശേഷം പേഷ്യന്റിന് സക്സസ്ഫുൾ ആയിട്ട് ട്രീറ്റ്മെന്റ് കംപ്ലീറ്റ് ചെയ്തു എന്ന് എൻഷുർ ചെയ്യുക. അതുകൊണ്ട് നമ്മുടെ TB പ്രോഗ്രാമിൽ ആ ഒരു പേഷ്യന്റിന് കിട്ടുന്ന സർവീസ് അവസാനിക്കുന്നില്ല. ആ പേഷ്യന്റിനെ നമ്മൾ 2 വർഷം 6 മാസത്തിൽ ഒരിക്കലായിട്ട് ഫോളോ അപ്പും കൂടെ ചെയ്യണം. ബിക്കോസ് മോസ്റ്റ് ഹയസ്റ്റ് റേറ്റ് ഓഫ് റിലാപ്സ് ഓഫ് TB ഹാപ്പൻസ് ഇൻ ദ ഫസ്റ്റ് 2 years ഓഫ് ട്രീറ്റ്മെന്റ് കംപ്ലീഷൻ. അതുകൊണ്ട് ഓരോ പേഷ്യന്റ് നമ്മുടെ ട്രീറ്റ്മെന്റ് കംപ്ലീറ്റ് ചെയ്ത് പോയവർക്കും 2 വർഷം ഫോളോ അപ്പിൽ ഉണ്ടായിരിക്കണം. ദിസ് ആർ ദ ഫ്യൂ ബേസിക് ഡെഫിനിഷൻ. നമ്മൾ ഒരിക്കലും തെറ്റിപ്പോവാനോ അല്ലെങ്കിൽ ഒരു കൺഫ്യൂഷനോ വരാൻ പാടില്ലാത്തത് ഡെഫിനിഷൻ ആണ് പ്രിസംറ്റീവ് TB കേസ് എന്നുള്ളത്. കാരണം ഇതിലൊരു കൺഫ്യൂഷൻ ഉണ്ട്. ഇതിൽ നമുക്ക് ഒരാളെ മിസ്സായി പോയാൽ ദ കംപ്ലീറ്റ് പ്രോഗ്രാം നമുക്ക് ആ ഒരു പേഷ്യന്റിന് സർവീസ് കൊടുക്കാനുള്ളത് മിസ്സായി പോകും. സോ ഹൂ ഇസ് എ പ്രിസംറ്റീവ് പൾമണറി TB കേസ്? കഫ് ഫോർ 2 weeks or more. ഇത് റിപ്പീറ്റേഷൻ ആണ്, ബട്ട് ഐ വോണ്ട് യു ടു ഹിയർ ഇറ്റ് മോർ ആൻഡ് മോർ. അതുകൊണ്ടാണ് ഞാനത് വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നത്. So cough for 2 weeks or more, fever for 2 weeks or more, significant weight loss or hemoptysis or any abnormality in chest radiograph is a presumptive pulmonary TB. അടുത്ത കേസ് എന്ന് പറയുന്നത് എപ്പോഴും ഈ 2 ആഴ്ച എന്നുള്ള ക്രൈറ്റീരിയയിൽ നമ്മൾ കടുംപിടുത്തം പിടിക്കേണ്ട ആവശ്യമില്ല. അതായത് ഒരു കോണ്ടാക്ട്സ് ഓഫ് മൈക്രോബയോളജിക്കലി കൺഫേംഡ് പൾമണറി TB കേസ് ഓർ even contacts of a pulmonary TB case having cough of any duration and suspected or confirmed extrapulmonary TB case having cough of any duration, PLHIV or CLHIV having cough of any duration will come under presumptive pulmonary TB. കേരളത്തിലെ കോണ്ടെക്സ്റ്റിൽ നമ്മൾ അൺകൺട്രോൾഡ് ഡയബറ്റിക് ആയിട്ടുള്ളവരെയോ അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ വൾണറബിൾ പോപ്പുലേഷൻ ഉള്ളവർക്കും നമ്മൾ ഈ 2 ആഴ്ച എന്ന് പറഞ്ഞ് വെയിറ്റ് ചെയ്യാറില്ല. അവരെ കിട്ടുന്ന ആദ്യത്തെ ഓപ്പർച്യൂണിറ്റി തന്നെ നമ്മൾ അവരെ പ്രിസംറ്റീവ് TB ആയിട്ട് ഐഡന്റിഫൈ ചെയ്യും. സോ ഈസ് എ പ്രിസംറ്റീവ് എക്സ്ട്രാ പൾമണറി TB കേസ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അവർക്ക് ഏത് സിസ്റ്റത്തിലോ അല്ലെങ്കിൽ ഏത് ഓർഗനിലാണോ TB അഫക്ട് ചെയ്തിരിക്കുന്നത് ആ ഓർഗൻ സ്പെസിഫിക് ആയിട്ടുള്ള സൈൻസ് ആൻഡ് സിംറ്റംസ് ആയിരിക്കും അവർ ഷോക്കേസ് ചെയ്യുക. ലൈക്ക് സ്വെല്ലിംഗ് ഓഫ് ലിംഫ് നോഡ്സ് ഓർ ജോയിന്റ്സ്, നെക്ക് സ്റ്റിഫ്നെസ്, ഡിസോറിയന്റേഷൻ എക്സെട്ര ആൻഡ് ഓർ കോൺസ്റ്റിറ്റ്യൂഷണൽ സിംറ്റംസ് ലൈക്ക് സിഗ്നിഫിക്കന്റ് വെയിറ്റ് ലോസ്, persistent fever for 2 weeks or more and night sweats. Ini presumptive pediatric TB means it will be a persistent fever and or cough for 2 weeks or more, loss of weight or no weight gain or history of contact with the infectious TB case. ഒരു കോണ്ടാക്ട് ഹിസ്റ്ററി പറയുകയാണെങ്കിൽ പോലും നമ്മൾ അതിനെ പ്രിസംറ്റീവ് പീഡിയാട്രിക് TB എന്ന് പറയും. Then history of loss weight എന്ന് പറഞ്ഞാൽ no weight gain or unexplained weight loss defined as loss of more than 5% body weight. ഞാൻ നേരത്തെ പറഞ്ഞാണ് 5% ബോഡി വെയിറ്റ് കഴിഞ്ഞ 3 മാസത്തിനുള്ളിൽ കുറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെയാണ് ഒരു സിഗ്നിഫിക്കന്റ് വെയിറ്റ് ലോസ് എന്ന് പറയുന്നത്. ഇനി ഹിസ്റ്ററി ഓഫ് കോണ്ടാക്ട് ഇൻ എ സിംറ്റമാറ്റിക് ചൈൽഡ് ഈസ് ഡിഫൈൻഡ് ആസ് കോണ്ടാക്ട് വിത്ത് എ പേഴ്സൺ വിത്ത് എനി ഫോം ഓഫ് ആക്റ്റീവ് TB വിത്തിൻ ലാസ്റ്റ് 2 years. 2 വർഷത്തിനുള്ളിലെങ്കിലും ഒരു കുട്ടി ഒരു കോണ്ടാക്ട് ഹിസ്റ്ററി പറയുന്നുണ്ടെങ്കിൽ ആ കുട്ടിക്ക് ഈ പറയുന്ന സിംറ്റംസ് ഏതെങ്കിലും ഉണ്ടെങ്കിലും അതിനെ പ്രിസംറ്റീവ് പീഡിയാട്രിക് TB ആയിട്ട് ട്രീറ്റ് ചെയ്യണം. നെക്സ്റ്റ് വൺ, നമുക്ക് പ്രോഗ്രാമിൽ TB കേസുകളെ കണ്ടുപിടിക്കാൻ 3 സ്ട്രാറ്റജീസ് ഉണ്ട്. 3 തരത്തിൽ നമുക്കൊരു പേഷ്യന്റിന്റെ അടുത്ത് എത്താൻ പറ്റും. ഒന്നാമത്തെ കാര്യം പാസീവ് കേസ് ഫൈൻഡിങ്. അതായത് പേഷ്യന്റ് നമ്മളുടെ അടുത്ത് വന്ന് ഡോക്ടറെ എനിക്ക് 2 ആഴ്ചയായിട്ട് ചുമ അല്ലെങ്കിൽ എനിക്ക് കുറച്ച് നാളായിട്ട് വിട്ടുമാറാത്ത ചുമയാണ് എന്ന് പറയുന്നതിനാണ് പാസീവ് കേസ് ഫൈൻഡിങ്. വൈ പാസീവ്? ദ സിസ്റ്റം ഈസ് പാസീവ്. അല്ലെങ്കിൽ സിസ്റ്റമായിട്ട് ഒന്നും ചെയ്തില്ല, പേഷ്യന്റ് സ്വന്തമായിട്ട് വന്ന് റിപ്പോർട്ട് ചെയ്യുകയാണ് ചെയ്തത്. രണ്ടാമത്തത് ഇന്റൻസിഫൈഡ് കേസ് ഫൈൻഡിങ്. അതായത് എന്തെങ്കിലും ഒരു കാരണത്തിനായിട്ട് ഒരു വ്യക്തി നമ്മുടെ ആരോഗ്യ സ്ഥാപനങ്ങളിൽ എത്തുമ്പോൾ അവിടെ ഉള്ള ഏതെങ്കിലും ഒരു ആരോഗ്യ പ്രവർത്തകനെ, എപ്പോഴും അത് ഡോക്ടർ ആവണമെന്നില്ല, ഒരുപക്ഷെ OP ടിക്കറ്റ് എഴുതുന്നിടത്തിരിക്കുന്ന നമ്മുടെ ഒരു ആശ ആയിരിക്കാം,
അല്ലെങ്കിൽ നമ്മുടെ പ്രീ ചെക്കപ്പ് ഏരിയയിലുള്ള ഒരു സ്റ്റാഫ് നേഴ്സ് ആയിരിക്കാം, ഫാർമസിസ്റ്റ് ആവാം, ലാബ് ടെക്നീഷ്യൻ ആവാം. ആരെങ്കിലും ആ പേഷ്യന്റിനോട് ഈ പറയുന്ന സൈൻസ് ആൻഡ് സിംറ്റംസ് ഓഫ് TB, അതായത് നമ്മുടെ മിനിമം 4S ഉണ്ടോ എന്ന് അങ്ങോട്ട് ചോദിക്കുകയും ആ പേഷ്യന്റ് യെസ് എന്ന് പറയുകയും ചെയ്യുന്നതിനാണ് ഇന്റൻസിഫൈഡ് കേസ് ഫൈൻഡിങ് എന്ന് പറയുന്നത്. ഈ ഒരു ഏരിയയിലാണ് നമ്മൾ കാലാകാലങ്ങളായിട്ട് എല്ലാവരോടും പറയുന്ന ഒരു കണക്ക് വരുന്നത്. അതായത് ഒരു സ്റ്റഡി സൂചിപ്പിക്കുന്നത് യൂഷ്വലി 2 to 3% ഓഫ് ന്യൂ അഡൾട്ട് ഔട്ട് പേഷ്യൻസ് അറ്റ് എനി പെരിഫറൽ ഹെൽത്ത് ഇൻസ്റ്റിറ്റ്യൂട്ട് വിൽ ബി TB സിംറ്റമാറ്റിക് എന്നാണ്. അതായത് ചുമയോ പനിയോ മറ്റോ അവരുടെ 2 തൊട്ട് 3% വരെയുള്ള നമ്മുടെ ന്യൂ അഡൾട്ട് OPയിൽ എപ്പോഴും ഉണ്ടായിരിക്കും. നിങ്ങളിപ്പം DMC ആയിട്ട് വർക്ക് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ ഉള്ളവർക്ക് അറിയായിരിക്കും, എപ്പോഴും നോക്കുന്നത് നിങ്ങളുടെ ടോട്ടൽ OPയുടെ 2 to 3% ടെസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നതൊക്കെ ഇതാണ് അതിന്റെ ബേസിക് കണക്ക്. എപ്പോഴും ഇങ്ങനെ തന്നെ ആയിരിക്കണമെന്നില്ല. ഒരു ശരി താലൂക്ക് ആശുപത്രിയിൽ പൾമണറി ഡിപ്പാർട്ട്മെന്റിലോ അല്ലെങ്കിൽ ഫിസിഷ്യന്റെ മുമ്പിലോ നിൽക്കുന്ന ഈ 2 to 3% ഒരു പക്ഷേ 10 to 15% ആയി എന്നിരിക്കാം. സോ സിനേറിയോ അനുസരിച്ച് അത് മാറും. എന്നാലും നമ്മൾ എപ്പോഴും ഒരു 100 പേഷ്യൻസ് വരുന്ന ഒരു OP ആണെങ്കിൽ അവിടെ ഒരു 3 പേരെയോ മിനിമം ഒരു 2 പേരെയോ അന്ന് നമുക്ക് പ്രിസംപ്റ്റീവ് TB ആയിട്ടുണ്ടായിരുന്നു എന്ന് നമുക്ക് അനുമാനിക്കാൻ പറ്റും. മൂന്നാമത്തതാണ് ആക്റ്റീവ് കേസ് ഫൈൻഡിങ്. അതായത് കമ്മ്യൂണിറ്റിയിലുള്ള ഹെൽത്ത് വർക്കേഴ്സ് ഓരോ വീടുകളിലും പോയിട്ട് നമുക്കിപ്പോ ശൈലിയുടെ സർവേയിൽ TBയുടെ ലക്ഷണങ്ങൾ ചോദിക്കുന്ന കൂട്ട് അങ്ങോട്ട് ചെന്ന് ലക്ഷണങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുന്നു. അവർക്ക് പ്രിസംപ്റ്റീവ് TB ആണെങ്കിൽ ഒരു ടെസ്റ്റിന് വിധേയപ്പെടുത്തുന്നു. അപ്പൊ ഇതിനകത്ത് ഏറ്റവും ഐഡിയൽ സിനേറിയോ, അതായത് ഏർലി ഡയഗ്നോസിസ് നടക്കുന്നത് ആക്റ്റീവ് കേസ് ഫൈൻഡിങ്ങിലായിരിക്കും. അതായത് പേഷ്യന്റിന് യാതൊരു ബുദ്ധിമുട്ടും ഇല്ല, അദ്ദേഹം വീട്ടിൽ തന്നെ ഇരിക്കുക, അദ്ദേഹത്തിന്റെ ആ ബുദ്ധിമുട്ടാണെന്ന് ഐഡന്റിഫൈ ചെയ്തിട്ടില്ല. ആ സമയത്ത് നമ്മുടെ ഒരു ഹെൽത്ത് വർക്കർ അങ്ങോട്ട് ചെന്ന് ഇത് ചോദിക്കുകയും ചോദിക്കുമ്പോൾ അദ്ദേഹം അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ട് എന്ന് പറയുന്നു. അപ്പോൾ ഇറ്റ്സ് എ വെരി ഏർലി സ്റ്റേജ് ഓഫ് ഡിസീസ്. കേസിനെ നമുക്ക് ഡയഗ്നോസ് ചെയ്യുന്നു. ആൻഡ് അത് എല്ലായ്പ്പോഴും നടക്കണമെന്നില്ല, ഐഡിയലി നടക്കേണ്ടതാണ്, നടക്കുമെന്ന് പ്രതീക്ഷിക്കാം. പക്ഷെ ഇപ്പോൾ നമ്മുടെ കയ്യിലിരിക്കുന്ന ഒന്നാണ് ഇന്റൻസിഫൈഡ് കേസ് ഫൈൻഡിങ്. സോ എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷനിലും OP ടിക്കറ്റ് റിലീസ് ചെയ്യുന്ന സ്ഥലത്തോ അല്ലെങ്കിൽ പ്രീ ചെക്കപ്പിലോ നമ്മുടെ 4S സിംറ്റംസ് സ്ക്രീനിങ് മാൻഡേറ്ററി ആയിട്ട് ചെയ്താൽ വി വിൽ ഗെറ്റ് എ ലോട്ട് ഓഫ് TB കേസസ് അറ്റ് ഏർലി സ്റ്റേജ് ഓഫ് ഡിസീസ്. പാസീവ് കേസ് ഫൈൻഡിങ് എന്ന് പറയുന്നത് ഒരു പ്രോഗ്രാമിന്റെ അല്ലെങ്കിൽ നമ്മുടെ സിസ്റ്റത്തിന്റെ ഒരു വീക്ക്നെസ് ആയിട്ട് നമുക്ക് ഇന്റർപ്രറ്റ് ചെയ്യേണ്ടി വരും. സോ കൈൻഡ്ലി ഫോക്കസ് ഓൺ ഇന്റൻസിഫൈഡ് കേസ് ഫൈൻഡിങ്. ഈ പറയുന്ന പ്രിസംപ്റ്റീവ് TBയെ 2 തരത്തിൽ സ്ക്രീൻ ചെയ്യാം. ഞാൻ ഇത്രയും നേരം പറഞ്ഞത് നമ്മൾ ഏറ്റവും കോമൺ ആയിട്ട് ഫോളോ ചെയ്യുന്നതാണ് സിംറ്റം ബേസ്ഡ് സ്ക്രീനിങ്. ഞാൻ ഈ ഇടതുവശത്ത് കാണിച്ചിരിക്കുന്ന ഒരു സീലാണ്. ഇത് ആലപ്പുഴ ജനറൽ ഹോസ്പിറ്റലിൽ ഇഷ്യൂ ചെയ്യുന്ന എല്ലാ OP ടിക്കറ്റിന്റെ മുകളിലും അവരിങ്ങനെ ഒരു സീല് പതിപ്പിക്കും. അത് വേറെ പല ഇൻസ്റ്റിറ്റ്യൂഷനിലും കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതില് ഈ സീല് പതിപ്പിക്കുമ്പോൾ തന്നെ OP ലെവലിലോ പ്രീ ചെക്കപ്പിലോ ഇത് ടിക്ക് ഇടുകയോ ക്രോസ് ചെയ്യുകയോ ചെയ്യും. ടിക്ക് ചെയ്താൽ അയാൾ ഉറപ്പായിട്ട് ലാബിൽ പോവുകയും സാമ്പിൾ കൊടുക്കുകയും ചെയ്യണം. സോ ദർ വിൽ ബി എൻ ഏർലി കേസ് ഡയഗ്നോസിസ്. ഇത് നിങ്ങൾ എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷനിലും ഫോളോ ചെയ്യാവുന്നതാണ്. പല അടുത്തുനിന്നും ഡിസ്ട്രിക്ട് TB സെന്ററിൽ നിന്ന് ഇൻസ്റ്റിറ്റ്യൂഷൻസിന് ഇങ്ങനെയുള്ള സീല് മേക്ക് ചെയ്ത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഇനി അഥവാ ഇല്ലാന്നുണ്ടെങ്കിൽ ഡിസ്ട്രിക്ട് TB സെന്ററുമായിട്ട് കോൺടാക്ട് ചെയ്യുക. ഇനി രണ്ടാമത്തതാണ് ചെസ്റ്റ് എക്സ്റേ ബേസ്ഡ് സ്ക്രീനിങ്. നമ്മുടെ നെക്സ്റ്റ് ഫേസിൽ മേ ബി അടുത്ത വർഷമൊക്കെ വളരെ കോമൺ ആവാൻ പോകുന്ന ഒരു സ്ക്രീനിങ് ആയിരിക്കും ചെസ്റ്റ് എക്സ്റേ ബേസ്ഡ് സ്ക്രീനിങ്. അതായത് പേഷ്യന്റ് ഒരു പക്ഷേ സിംറ്റം ഉണ്ടാവുന്നതിന് മുന്നേ തന്നെ ചെസ്റ്റ് എക്സ്റേയിൽ ചേഞ്ചസ് വരും. അപ്പോ എവിഡൻ ചേഞ്ചസ് ഇപ്പൊ ഈ കാണിച്ചിരുന്ന കൂട്ടുള്ള ഒരു കൺസോൾട്ടേഷൻ ഒന്നും വേണ്ടി വെയിറ്റ് ചെയ്യണ്ട. എനി അബ്നോർമാലിറ്റി ഇൻ ചെസ്റ്റ് എക്സ്റേ ആണെങ്കിൽ ഞാൻ നേരത്തെ ഡെഫിനേഷനിൽ പറഞ്ഞു ഇറ്റ്സ് എ പ്രിസംപ്റ്റീവ് TB. ആ പേഷ്യന്റിന്റെ സാമ്പിൾ നാറ്റ് ടെസ്റ്റിന് പോകണം. സോ ഇങ്ങനെ 2 തരത്തിൽ നമുക്ക് പേഷ്യൻസിനെ സ്ക്രീൻ ചെയ്യാം. ഇനി ഈ സ്ക്രീൻ ചെയ്ത് കിട്ടിയ പ്രിസംപ്റ്റീവ് TB കേസുകളെ ഡയഗ്നോസിസിന് വിധേയമാക്കണം. സോ ദിസ് ഈസ് ദ കീ മന്ത്ര ഫോർ ദ സക്സസ് ഓഫ് NTP പ്രോഗ്രാം. വി നീഡ് ദ റൈറ്റ് സാമ്പിൾ ഫോർ ദ റൈറ്റ് ടെസ്റ്റ് അറ്റ് ദ റൈറ്റ് ടൈം ഇൻ ദ റൈറ്റ് പാക്കേജിങ്. ഈ 4 കാര്യങ്ങളിലും ഇപ്പോൾ നമ്മൾക്ക് ഒരുപാട് ഗ്യാപ്പുകൾ ഒബ്സർവ് ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ അത് റിസോഴ്സിന്റെ ഇഷ്യൂസ് ആണ് പലപ്പോഴും കാണുന്നത്. പിന്നെ ലാക്ക് ഓഫ് നോളജ്, അതിനി നമുക്ക് പറയാൻ പറ്റില്ല. ബിക്കോസ് വി വിൽ എല്ലായിടത്തും പല രീതിയിലുള്ള ട്രെയിനിങ് എല്ലാം ഓർഗനൈസ് ചെയ്യാം. ലാക്ക് ഓഫ് നോളജ് ഒരിക്കലും ഇതിൽ കോൺട്രിബ്യൂട്ട് ചെയ്യരുത്. റിസോഴ്സസ് മാനേജ് ചെയ്യാനുള്ള എല്ലാ എഫേർട്ടും സ്റ്റേറ്റും ഡിസ്ട്രിക്റ്റും എടുക്കുന്നുണ്ട്.
ഇവിടെ നിന്ന് ഇനി അങ്ങോട്ട് ഞാൻ എല്ലാം ഐഡിയൽ സിനേറിയോ അല്ലെങ്കിൽ നമുക്ക് എല്ലാ റിസോഴ്സസും അവൈലബിൾ ആയിരിക്കുമ്പോൾ എന്താണോ നമ്മൾ ഫോളോ ചെയ്യേണ്ടത് അതാണ് പറയാൻ പോകുന്നത്. So if we can follow this mantra, then it will lead to early diagnosis and treatment initiation, successful treatment outcome, reduced disease transmission, and we can move towards TB elimination. ഇതാണ് നമ്മുടെ പ്രോഗ്രാമിന്റെ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത്. TB ഡയഗ്നോസിസിന് ഞാൻ പറഞ്ഞ കൂട്ട് പൾമണറി മാത്രമല്ല എക്സ്ട്രാ പൾമണറി ഉണ്ട്. ഇതിന്റെ എല്ലാത്തിന്റെയും സാമ്പിൾസ് നമ്മുടെ ഡയഗ്നോസ്റ്റിക് നെറ്റ്വർക്കിലേക്ക് പോകാം. And today we will be focusing only on the pulmonary TB and primarily sputum samples. നിങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഒരുപക്ഷെ ഈ 2 തരത്തിലുള്ള സ്പ്യൂട്ടം കളക്ഷൻ ഉള്ള കപ്പുകൾ അല്ലെങ്കിൽ ഫാൽക്കൺ ട്യൂബ് കണ്ടിട്ടുണ്ടാവും. ഇതിന് രണ്ടിനും 2 പർപ്പസ് ആണോ ഉള്ളത് എന്ന് ആദ്യം മനസ്സിലാക്കുക. അതായത് നമ്മൾ കാലാകാലങ്ങളായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന സ്പ്യൂട്ടം കപ്പ്, അതായത് ആ റെഡ് ക്യാപ് കണ്ടെയ്നറിൽ കളക്ട് ചെയ്യുന്ന സാമ്പിൾസ് നമുക്ക് ഒന്നുകിൽ മൈക്രോസ്കോപ്പിക്ക് വേണ്ടി ഉപയോഗിക്കാം, അല്ലെങ്കിൽ ട്രൂനാറ്റിന് വേണ്ടി ഉപയോഗിക്കാം. അതേസമയം ഈ ഫാൽക്കൺ ട്യൂബ് എന്ന് പറയുന്ന കമ്പനി നെയിം ആണ്. യൂഷ്വലി വി കോൾ ഇറ്റ് സ്റ്റെറൈൽ സ്ക്രൂ ക്യാപ്ഡ് കോണിക്കൽ ട്യൂബ്. ആ 50 ml കോണിക്കൽ ട്യൂബില് അതിൽ കളക്ട് ചെയ്താൽ ആ സാമ്പിൾസ് ട്രൂനാറ്റ്, CBNAT, പിന്നെ ഏറ്റവും ഹൈ എൻഡ് ലബോറട്ടറീസ് ആയിട്ടുള്ള ഇന്റർമീഡിയറ്റ് റെഫറൻസ് ലബോറട്ടറി, കൾച്ചർ ആൻഡ് ഡ്രഗ് സെൻസിറ്റിവിറ്റി ലബോറട്ടറി, ഇത്ര അടുത്തേക്കാണ് നിങ്ങൾ സാമ്പിൾ വിടുന്നെങ്കിൽ ഉറപ്പായിട്ടും ആ സാമ്പിളുകൾ നമ്മുടെ ഫാൽക്കൺ ട്യൂബിൽ തന്നെ കളക്ട് ചെയ്യണം. സ്പ്യൂട്ടം കണ്ടെയ്നറിൽ കളക്ട് ചെയ്യുന്ന ഒരു സാമ്പിൾ നിങ്ങൾക്ക് നാളെ എടുത്ത് CBNAT വിടാൻ പറ്റില്ല. സോ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്നുള്ള സാമ്പിൾ ഏത് ടെസ്റ്റിനാണ് എവിടെയാണ് വിധേയമാകുന്നതെന്ന് മനസ്സിലാക്കിയിട്ട് വേണം സാമ്പിൾ കളക്ട് ചെയ്യാൻ. മോസ്റ്റ്ലി നിങ്ങൾ എല്ലാവരും സെൻസിറ്റൈസ്ഡ് ആയിരിക്കണം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്യുക. ദിസ് ഈസ് ഇറ്റ്. സ്പ്യൂട്ടം കപ്പിൽ എടുത്താലും ഫാൽക്കൺ ട്യൂബിൽ എടുത്താലും നമുക്ക് ട്രൂനാറ്റ് ചെയ്യാം. പക്ഷെ എഗെയിൻ കൂടുതലും ഫാൽക്കൺ ട്യൂബിലുള്ള സാമ്പിൾ ആയിരിക്കും ട്രൂനാറ്റിൽ പ്രിഫർ ചെയ്യുന്നത്. വൈ? ബിക്കോസ് ട്രൂനാറ്റിന് മിക്കവാറും സാമ്പിൾ ട്രാൻസ്പോർട്ടേഷൻ വേണ്ടി വരും. ആ ട്രാൻസ്പോർട്ടേഷൻ സമയത്ത് സ്പ്യൂട്ടം കണ്ടെയ്നറിലാണെങ്കിൽ ലീക്ക് വരാനുള്ള ചാൻസ് കൂടുതലാണ്. രണ്ടാമത്തത് ഒരു ഇൻഫർമേഷനും കൂടെ പറയാം. നമ്മുടെ സാമ്പിൾ പലപ്പോഴും വരുന്നത് സലൈവ സാമ്പിൾസ് വരും. പക്ഷെ പ്രോഗ്രാമിൽ എവരി സാമ്പിൾ ഈസ് പ്രഷ്യസ് എന്നൊരു കോൺസെപ്റ്റ് ഉള്ളത് കൊണ്ട് നമ്മൾ ആ സാമ്പിൾ ടെസ്റ്റ് ചെയ്യുകയും ചിലപ്പോൾ ഒരുപക്ഷെ അത് ഒരു നെഗറ്റീവ് റിപ്പോർട്ടും വരും. പക്ഷെ ആ ഒരു നെഗറ്റീവ് റിപ്പോർട്ട് ഡോക്ടർമാര് അല്ലെങ്കിൽ ലാബ് ടെക്നീഷ്യനോ പേഷ്യന്റിന് കൊടുക്കുന്നതിനോടൊപ്പം തന്നെ അതിനകത്ത് ക്വാളിറ്റി ഓഫ് സാമ്പിൾ എന്താണെന്ന് എപ്പോഴും ഒന്ന് ഇന്റർപ്രറ്റ് ചെയ്യുക. ഇഫ് ഇറ്റ് വാസ് എ സലൈവ സാമ്പിൾ മിക്കവാറും കേസ് മിസ് ചെയ്ത് പോകാനുള്ള ചാൻസ് കൂടുതലാണ്. അങ്ങനെയാണെങ്കിൽ അവരോട് ഹൈ ക്വാളിറ്റി സാമ്പിൾ നെക്സ്റ്റ് സാമ്പിൾ തന്നു ഒന്നുകൂടെ ടെസ്റ്റിന് വിധേയമാകണം എന്ന് പറയാൻ മറക്കരുത്. സോ ഹൗ ടു കളക്ട് ദ സാമ്പിൾ? ആദ്യം തന്നെ പേഷ്യന്റ് വാ കഴുകാനുള്ള ഡയറക്ഷൻ കൊടുക്കണം. വൈ? ബിക്കോസ് ഞാൻ ആദ്യം സൂചിപ്പിച്ചിരുന്ന ഒരു കാര്യമുണ്ട്. TB ബാസിലിയയുടെ മൾട്ടിപ്ലിക്കേഷൻ അല്ലെങ്കിൽ അത് മൾട്ടിപ്ലൈ ചെയ്യാനുള്ള ടൈം ഏകദേശം 12 to 24 hours. അതേസമയം നമ്മുടെ വായിലുള്ള കമൻസൽ ഓർഗാനിസംസ് മൾട്ടിപ്ലൈ ചെയ്യാൻ മേ ബി ഫ്യൂ അവേഴ്സ് മതി. അപ്പോൾ നമ്മൾ കഫം ഒരു പേഷ്യന്റ് എടുക്കുമ്പം വാ നന്നായിട്ട് കഴുകി മാക്സിമം ഈ കമൻസൽസിനെ കളഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന സാമ്പിളിൽ മെജോറിറ്റിയും കമൻസൽസും വളരെ കുറച്ച് TB ബാസിലെയും മാത്രമായിരിക്കും. അപ്പോൾ അതിന്റെ കൂടെ നമുക്കൊരു ഡിലേ ഇൻ ടെസ്റ്റിംഗ് അല്ലെങ്കിൽ ഡിലേ ഇൻ ട്രാൻസ്പോർട്ടേഷനും ഒക്കെ വരുമ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഈ കമൻസൽസ് മൾട്ടിപ്ലൈ ചെയ്യുകയും TB ബാസിലെ അതിൽ ഡെഡ് ആയി പോവുകയും ചെയ്യും. പിന്നെ വി വോണ്ട് ഗെറ്റ് എ പോസിറ്റീവ് റിസൾട്ട്. അപ്പൊ അതുകൊണ്ട് ദിസ് പോയിന്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മുടെ ഓരോ ഇൻസ്റ്റിറ്റ്യൂഷനിലും ഒരു സാമ്പിൾ കളക്ഷൻ ഉള്ള വെൽ വെന്റിലേറ്റഡ്, ഐസൊലേറ്റഡ് ആൻഡ് ഡെസിഗ്നേറ്റഡ് ഏരിയ ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളത് വെരി 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 ഇമ്പോർട്ടൻ്റ് ആണ്. അവിടെ ആ പേഷ്യന്റ് വാ കഴുകാനുള്ള ഒരു സൗകര്യം ഉണ്ടാക്കാനും കൂടെ ശ്രമിക്കുക. അല്ലെങ്കിൽ അടുത്ത് എവിടെയാണെങ്കിലും പേഷ്യന്റിന് ഒരു വാഷ് ബേസിൻ അവൈലബിൾ ആയിരിക്കണം. വാ നന്നായിട്ട് കഴുകിയ ശേഷം മാത്രമേ സാമ്പിൾ എടുക്കാവുള്ളൂ. ഇനി അടുത്ത കാര്യം, പേഷ്യന്റ് വായിൽ ഈ സാമ്പിളിന്റെ കൂടെ ഫുഡ് പാർട്ടിക്കിൾസോ അല്ലെങ്കിൽ ടൊബാക്കോ പാർട്ടോ അങ്ങനെ എന്തെങ്കിലും വന്നാൽ ഈ സാമ്പിൾ CBNAT-നോ ട്രൂനാറ്റിനോ പോയാൽ നമുക്ക് മിക്കവാറും റിസൾട്ട് ഇൻവാലിഡ് ആയി പോകാൻ ഒരു ചാൻസ് ഉണ്ട്. അതായത് ഇത് PCR എന്ന് പറയുന്ന നാറ്റിന്റെ ഇൻഹിബിറ്റർ ആയിട്ട് വരികയും നമുക്ക് റിസൾട്ട് നഷ്ടപ്പെടുകയും ചെയ്യും. സോ
ഒരു വാഷ് ബേസിന്റെ സൗകര്യം നമ്മൾ ഉറപ്പായിട്ടും പേഷ്യന്റിന് അറേഞ്ച് ചെയ്ത് കൊടുക്കണം. പിന്നെ ഡെസിഗ്നേറ്റഡ് ഏരിയ വെൽ വെന്റിലേറ്റഡ് ആയിരിക്കണം. ഒരിക്കലും ബാത്റൂമിലും അല്ലെങ്കിൽ ക്ലോസ്ഡ് കോറിഡോർസിലും ഒന്നും നിന്ന് പേഷ്യന്റ് സാമ്പിൾ എടുക്കാൻ പാടില്ല. ഓപ്പൺ ഏരിയ തന്നെ ഐഡന്റിഫൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് മിനിമം 3 വട്ടമെങ്കിലും പേഷ്യന്റ് നല്ല രീതിയിൽ ശ്വാസം വലിച്ചു വിട്ട ശേഷം മുന്നോട്ട് കുറച്ച് ആഞ്ഞു നിന്നിട്ട് വേണം കഫ് അപ്പ് ചെയ്തിട്ട് സാമ്പിൾ എടുക്കാൻ. എന്നാൽ മാത്രമേ നമുക്കൊരു ഹൈ ക്വാളിറ്റി സാമ്പിൾ കിട്ടുള്ളൂ. ഐഡിയലി റെക്കമെൻഡ് ചെയ്യുന്നത് 2 സാമ്പിൾസ് ആണ്. അതിൽ ഒന്ന് സ്പോട്ട് സാമ്പിളും ഒന്ന് ഏർലി മോർണിംഗ് സാമ്പിൾസ് എന്നും പറയും. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞു, ആദ്യവും പറഞ്ഞ ഒരു കാര്യമാണ്, നമ്മൾ ഇപ്പോൾ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ പ്രോബ്ലം പേഷ്യന്റിനെ മിസ് ഔട്ട് ചെയ്ത് പോവുക എന്നുള്ളതാണ്. സോ ആ പേഷ്യന്റിന് എപ്പോഴാണോ നമ്മൾക്ക് കിട്ടിയ ആ ഒരു ഓപ്പർച്യൂണിറ്റി മിസ് ചെയ്യാതിരിക്കാൻ യു ക്യാൻ ടേക്ക് 2 സൂപ്പർവൈസ്ഡ് സ്പോട്ട് സാമ്പിൾസ് 30 മിനിറ്റ് എപ്പാർട്ട്. ഈ സൂപ്പർവൈസ്ഡ് സ്പോട്ട് സാമ്പിൾ എന്ന് പറയുമ്പോൾ ഒരു ഹെൽത്ത് കെയർ വർക്കർ അടുത്ത് നിന്ന് പേഷ്യന്റിനെ മോണിറ്റർ ചെയ്യണമെന്നില്ല. ഈ പറയുന്ന ഓപ്പൺ വെന്റിലേറ്റഡ് ഏരിയയിൽ നമ്മൾ കൃത്യമായി IEC മെറ്റീരിയൽസും വെച്ചിട്ടുണ്ടെന്നും ദൂരെ നിന്ന് ആരെങ്കിലും പേഷ്യന്റിന്റെ ബൈസ്റ്റാൻഡർ ആവാം, അല്ലെങ്കിൽ നമുക്ക് ലാബിൽ നിന്ന് ദൂരെ നിന്ന് കാണാൻ പറ്റുന്ന പോലെ ഒരിടത്ത്, അതായത് സംബഡി സൂപ്പർവൈസിങ് എന്നുള്ളൊരു തോട്ടിൽ വേണം പേഷ്യന്റിന് സാമ്പിൾ എടുക്കേണ്ടത്. ആൻഡ് ദ വോളിയം മസ്റ്റ് ബി ഐഡിയലി 2 to 5 ml ആൻഡ് ദ ക്വാളിറ്റി ഇറ്റ് മസ്റ്റ് ബി മ്യൂക്കോയിഡ് ഓർ മ്യൂക്കോപുറുലന്റ്. ഇതാണ് മോസ്റ്റ് കോമൺലി എല്ലായിടത്തും സാമ്പിൾ കളക്ഷൻ സ്ഥലത്ത് വെക്കുന്ന ഒരു IEC മെറ്റീരിയൽ ആണ്. ഇങ്ങനെ ഒരു IEC മെറ്റീരിയൽ അവിടെ ഇല്ല എന്നുണ്ടെങ്കിൽ ഡിസ്ട്രിക്ട് TB സെന്ററുമായിട്ട് കോൺടാക്ട് ചെയ്യുക. ദേ വിൽ പ്രൊവൈഡ് യു ദ IEC മെറ്റീരിയൽ. ഇനി അടുത്ത പോയിന്റ്, നമ്മളെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമായിരിക്കും TBയുടെ ടെസ്റ്റ് എന്ന് പറയുന്നത് സ്പ്യൂട്ടം മൈക്രോസ്കോപ്പി. യെസ്, ഡെഫിനറ്റ്ലി സ്പ്യൂട്ടം മൈക്രോസ്കോപ്പി ഈസ് എ ടെസ്റ്റ്. പക്ഷേ TB എലിമിനേഷൻ ഫേസിലേക്ക് പോകുമ്പോൾ നമ്മുടെ പോളിസി അപ്ഫ്രണ്ട് നാറ്റ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിൽ പോവുക. അതായത് പേഷ്യന്റിന് ആദ്യം തന്നെ പ്രൊവൈഡ് ചെയ്യുന്നത് ന്യൂക്ലിക് ആസിഡ് ആംപ്ലിഫിക്കേഷൻ ടെസ്റ്റ് ആയിരിക്കണം. അത് ഒന്നുകിൽ CB നാറ്റ് അല്ലെങ്കിൽ ട്രൂ നാറ്റ്, അതിലേക്ക് പോവുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. നമ്മുടെ എല്ലാ ജില്ലയിലും ചില ഡെസിഗ്നേറ്റഡ് ലാബുകളിൽ മാത്രമാണ് നാറ്റ് ഫെസിലിറ്റീസ് ഉള്ളത്. അപ്പോൾ ഏതൊരു ഇൻസ്റ്റിറ്റ്യൂഷനിലാണോ പേഷ്യന്റ് വന്നത് ആ ഇൻസ്റ്റിറ്റ്യൂഷനിൽ തന്നെ സാമ്പിൾ കളക്ട് ചെയ്യണം. ഒരിക്കലും പേഷ്യന്റിനെ മറ്റൊരിടത്ത് പോയി നിങ്ങൾ സാമ്പിൾ കൊടുക്കൂ എന്ന് പറയരുത്. മെജോറിറ്റി ഓഫ് പേഷ്യൻസ് വോണ്ട് ഗോ ദെയർ. അതുകൊണ്ട് ആ സ്പോട്ടിൽ തന്നെ പേഷ്യന്റിന്റെ 2 സാമ്പിൾസ് കളക്ട് ചെയ്യുക. അതിനുശേഷം പ്രോപ്പർലി ട്രിപ്പിൾ ലെയർ പാക്കിംഗ് വഴി ഈ സാമ്പിൾ അവിടെ പാക്ക് ചെയ്ത് വെക്കുക. ജില്ലയുടെ TB സാമ്പിളിന്റെ എന്താണോ സാമ്പിൾ ട്രാൻസ്പോർട്ടേഷൻ മെക്കാനിസം അവൈലബിൾ ആയിട്ടുള്ളത് അവിടെ നിന്നും ആ സാമ്പിൾ ആ മെക്കാനിസം വഴി ട്രാൻസ്ഫർ ചെയ്ത് നാറ്റ് ഫെസിലിറ്റിയിലേക്ക് പോവുക. ഇത് ചില ജില്ലക്കാർക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും. കാരണം ചില ജില്ലക്കാര് 100% അപ്ഫ്രണ്ട് നാറ്റിലാണ് ഇപ്പൊ പോകുന്നത്. ചിലർ ഒരു 60%, ചില ആളുകൾ 50-ലും 40%-ലും നിൽക്കുന്നു. അപ്പൊ പതുക്കെ പതുക്കെ ഫേസ്ഡ് ആയിട്ട് എല്ലാവരും അപ്ഫ്രണ്ട് നാറ്റിലേക്ക് പോകും. ആ അപ്ഫ്രണ്ട് നാറ്റിലേക്ക് പോകേണ്ടപ്പോൾ ചെയ്യേണ്ട കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. യു ക്യാൻ കമ്മ്യൂണിക്കേറ്റ് വിത്ത് യുവർ STLS ആൻഡ് ക്ലാരിഫൈ എന്താണ് നമ്മളുടെ ഇവിടെ ചെയ്യേണ്ടത്. ഇവിടെ മൈക്രോസ്കോപ്പി ചെയ്യട്ടെ, അതോ നിങ്ങളുടെ സാമ്പിൾ നാറ്റിന് ഇവിടെയാണോ, എന്നത്തേക്ക് നിങ്ങളുടെ സാമ്പിൾ ട്രാൻസ്പോർട്ടേഷൻ വെഹിക്കിൾ വരും, ഇതെല്ലാം കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് വർക്ക് അക്കോർഡിംഗ്ലി. അപ്പം ദിസ് ഈസ് ദ ഐഡിയൽ സിനേറിയോ. വരുന്ന സാമ്പിൾ 2 ഫാൽക്കൺ ട്യൂബിലായിട്ട് സാമ്പിൾസ് കളക്ട് ചെയ്യുക. 30 മിനിറ്റ് എപ്പാർട്ട് ആയിട്ടുള്ള 2 സാമ്പിൾസ് ആണ് വേണ്ടത്. അതിനുശേഷം ട്രിപ്പിൾ ലെയർ പാക്കിംഗ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ആദ്യം ഫാൽക്കൺ ട്യൂബ് അത് പ്രോപ്പർലി റാപ്പ് ചെയ്ത ശേഷം അതൊരു സിപ്ലോ കവറിൽ ഇടുക. അടുത്ത ഫാൽക്കൺ ട്യൂബ് അതുപോലെ തന്നെ പാക്ക് ചെയ്യുക. ഒരേ പേഷ്യന്റ് അതിനകത്ത് ലേബിൾ ചെയ്യാൻ മറക്കരുത്. അതിനോടൊപ്പം തന്നെ ഒരു സാമ്പിൾ റിക്വസ്റ്റ് ഫോം, അതായത് അനക്ഷർ 15A അപ്രോപ്രിയേറ്റ്ലി ഫില്ല് ചെയ്ത് അതിൽ വെക്കണം. കംപ്ലീറ്റ് ആയിട്ട് ഫില്ല് ചെയ്യേണ്ട കാര്യമില്ല ഇഫ് യു ഹാവ് ഓൾറെഡി എൻറോൾ ദ കേസ് ഇൻ നിക്ഷയ്. ഒരു ഐഡിയൽ സിനേറിയയിൽ സാമ്പിൾ കളക്ട് ചെയ്ത് നമ്മൾ വിടുമ്പോൾ ആ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് തന്നെ ആ പ്രിസംപ്റ്റീവ് TB കേസിന് ഒരു നിക്ഷയ ID ജനറേറ്റ് ചെയ്യണം. കാര്യം 100-ഉം 150-ഉം സാമ്പിൾ ആയിരിക്കും ഒരു നാറ്റ് സൈറ്റിലേക്ക് ചെല്ലുന്നത്. അവിടെ ചെന്നിട്ട് അവിടെ ഇരിക്കുന്ന ഒരുപക്ഷെ ഒരേ ഒരു ലാബ് ടെക്നീഷ്യൻ ആയിരിക്കും 150 സാമ്പിളും പ്രോസസ് ചെയ്യുന്നത്. അവർക്ക് ഒരുപക്ഷെ ഈ എല്ലാ കേസുകളും എൻറോൾ ചെയ്ത് റിസൾട്ട് എൻട്രി ചെയ്യാനുള്ള ടൈം കിട്ടത്തില്ല. അപ്പൊ അവരുടെ വർക്ക് ടൈം അതിൽ കോമ്പൻസേറ്റ് ചെയ്യും. അതുകൊണ്ട് തന്നെ നിക്ഷയ IDയും പേരും വയസ്സും ഫോൺ നമ്പറും ഇത്രയും മാത്രം വെച്ചിട്ട് ഈ സാമ്പിൾ റിക്വസ്റ്റ് ഫോം അയച്ചാൽ പോലും ബാക്കി എല്ലാ ഡീറ്റെയിൽസും നിക്ഷയിലുണ്ടെങ്കിൽ
അവിടുത്തെ ലാബ് ടെക്നീഷ്യന് ജസ്റ്റ് നിക്ഷയ ID സെർച്ച് ചെയ്യുകയും റിസൾട്ട് ആഡ് ചെയ്യുകയും നിങ്ങൾക്ക് ഉടനെ തന്നെ റിസൾട്ട് അത് പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും. സോ ലാസ്റ്റ് വൺ, ഇത് ഇത്രയും പാക്ക് ചെയ്തിട്ട് അതൊരു കൂൾ ജെൽ പാക്സിൽ തെർമോകോൾ ബോക്സിൽ വെച്ച് പാക്ക് ചെയ്തിട്ട് വേണം നാറ്റ് സൈറ്റിലേക്ക് അയക്കേണ്ടത്. ഇപ്പം ഒരു 90% സ്ഥലത്തും നടക്കുന്നില്ല. ബട്ട് ഫോർച്ചുനേറ്റ്ലി നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് ബൈ ജനുവരി 2025 ഈ ഒരു സിസ്റ്റം ഓൺ ആക്കാൻ സ്റ്റേറ്റിന് സാധിക്കും എന്നാണ്. ആൻഡ് ഞാൻ ഈ പറഞ്ഞ നിക്ഷയിൽ എങ്ങനെയാണ് എൻറോൾ ചെയ്യേണ്ടതെന്നാണ് ഈ കാണിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ഇപ്പൊ നിക്ഷയ ആപ്പ് ആണ് ഉള്ളതെങ്കിൽ അതിന്റെ ഹോം പേജിൽ ദർ ഇസ് എ പോയിന്റ് കോൾഡ് ന്യൂ എൻറോൾമെന്റ്. ന്യൂ എൻറോൾമെന്റിനകത്ത് പേഷ്യന്റ് പുതിയ എപ്പിസോഡാണ്. പബ്ലിക് പേഷ്യന്റ് ആണോ പ്രൈവറ്റ് പേഷ്യന്റ് ആണോ, ഉറപ്പായിട്ടും നിങ്ങൾ ഡീൽ ചെയ്യുമ്പോൾ അതൊരു പബ്ലിക് പേഷ്യന്റ് ആയിരിക്കും. പിന്നെ പേഷ്യന്റ് ബേസിക് ഡീറ്റെയിൽസ്, അതായത് ജെൻഡറും ഫോൺ നമ്പറും നോക്കുമ്പോൾ ഈ പേഷ്യന്റ് ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്നതാണോ അല്ലയോ എന്ന് അറിയാൻ പറ്റും. അത് വെച്ചിട്ട് അതിനകത്ത് ഓപ്ഷൻസ് വരുമ്പോൾ തന്നെ നിങ്ങൾക്ക് വായിച്ചാൽ മനസ്സിലാവും. ന്യൂ പേഷ്യന്റ് ആണെന്ന് കൺഫേം ചെയ്യുക, പ്രൊസീഡ് ചെയ്യുക. അതിനുശേഷം പേഷ്യന്റ് ബേസിക് ഡീറ്റെയിൽസ് കൊടുത്തു കഴിയുമ്പോൾ സബ്മിറ്റ് കൊടുക്കുമ്പോൾ പേഷ്യന്റ് ഒരു നിക്ഷയ ID വരും. ഈ നിക്ഷയ ID ഈ സാമ്പിൾ റിക്വസ്റ്റ് ഫോമിലും ഈ പറയുന്ന ഫാൽക്കൺ ട്യൂബിലും മാർക്ക് ചെയ്തിട്ട് വേണം സാമ്പിൾ വിടാൻ. ഇതേ കാര്യം തന്നെ നിക്ഷയുടെ വെബ് പോർട്ടലിലും ചെയ്യാൻ പറ്റും. ഇതില് ബ്ലൂവിൽ മാർക്ക് ചെയ്തിരിക്കുന്നിടത്താണ് ന്യൂ എൻറോൾമെന്റ്. അവിടെ ക്ലിക്ക് ചെയ്താൽ സെയിം ക്വസ്റ്റ്യൻസ് വിൽ കം ആൻഡ് യു ക്യാൻ പ്രൊസീഡ്. സോ ഇനി നമ്മൾ വിടുന്ന സാമ്പിളുകൾ ഏതൊക്കെ ടെസ്റ്റ് ആണ് NTP ഇപ്പോൾ റെക്കമെൻഡ് ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്ക് നാഷണൽ ലെവലിൽ കുറച്ച് റെഫറൻസ് ലബോറട്ടറീസ് ഉണ്ട്. കേരളത്തിന്റെ റെഫറൻസ് ലബോറട്ടറി ചെന്നൈയിലാണ്. ഹൈ എൻഡ് ഡയഗ്നോസ്റ്റിക്സിന് വേണ്ടിയിട്ടാണ് നമ്മൾ നാഷണൽ റെഫറൻസ് ലബോറട്ടറിയിൽ ഒരുപക്ഷെ സാമ്പിൾ വിടുന്നത്. അവരാണ് ലാബ് റിലേറ്റഡ് പോളിസി മേക്കിംഗ് ചെയ്യുന്നത്. ഇനി ഉള്ളത് നമുക്ക് തിരുവനന്തപുരത്ത് ഒരു ഇന്റർമീഡിയറ്റ് റെഫറൻസ് ലബോറട്ടറി ഉണ്ട്. അതുപോലെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കൾച്ചർ ആൻഡ് ഡ്രഗ് സെൻസിറ്റിവിറ്റി ലബോറട്ടറി ഉണ്ട്. ഇവിടെ രണ്ടിടത്തുമാണ് ലൈൻ പ്രോബ് അസയും കൾച്ചർ ടെസ്റ്റുകളും നടക്കുന്നത്. അതെന്താണെന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് അടുത്തത് പറയാം. അതിനുശേഷം ജില്ലാ തലത്തിലും സബ് ജില്ലാ തലത്തിലും നമുക്ക് നാറ്റ് ഫെസിലിറ്റീസ് ഉണ്ട്. ഏറ്റവും പെരിഫറൽ ലെവലിൽ നമുക്ക് ഡെസിഗ്നേറ്റഡ് മൈക്രോസ്കോപ്പി സെന്റേഴ്സ് ഉണ്ട്. ഇത്രയും ടെസ്റ്റുകളാണ് ഇപ്പോൾ NTP പ്രോഗ്രാമിൽ റെക്കമെൻഡ് ചെയ്തിരിക്കുന്ന ഡയഗ്നോസിന്റെ. ഒന്ന് സ്പ്യൂട്ടം സ്മിയർ മൈക്രോസ്കോപ്പി, റാപ്പിഡ് മോളിക്കുലാർ ടെസ്റ്റ് എന്ന് പറയുന്ന CBNAT അല്ലെങ്കിൽ ട്രൂനാറ്റ്, മൂന്നാമത്തെ കൾച്ചർ ആൻഡ് DST. അപ്പൊ മൈക്രോസ്കോപ്പി നമുക്ക് എല്ലാവർക്കും അറിയാം, അതിന്റെ മോസ്റ്റ് കോമൺ ആണ്, എല്ലാവരും ട്രെയിൻഡ് ആണ്, എല്ലാവരും വളരെ കംഫർട്ടബിൾ ആണ്. പക്ഷേ ദ പ്രോബ്ലം ഈസ് ദാറ്റ് ലോ സെൻസിറ്റിവിറ്റി, അതായത് 50 തൊട്ട് 60% മാത്രമേ സെൻസിറ്റിവിറ്റി ഉള്ളൂ മൈക്രോസ്കോപ്പിക്ക്. അത് കാരണം നമ്മുടെ കയ്യിൽ ഒരു 100 TB പേഷ്യൻസ് വന്നാൽ 40 പേരെ നമുക്ക് മിസ്സായിരിക്കും. സോ ഇത് ഏറ്റവും കൂടുതൽ സംഭവിക്കാൻ പോകുന്ന ഏർലി ഫേസ് ഓഫ് ഡിസീസിലായിരിക്കും. അല്ലെങ്കിൽ നല്ല ക്വാളിറ്റി സാമ്പിൾ തരാൻ ബുദ്ധിമുട്ടുള്ള ആളുകൾ, അതായത് എൽഡർലി ആയിട്ടുള്ള ആൾക്കാർ, അല്ലെങ്കിൽ കിടപ്പ് രോഗികൾ, അല്ലെങ്കിൽ പീഡിയാട്രിക് പോപ്പുലേഷൻ, ഇവരുടെയൊക്കെ സാമ്പിൾ നമ്മൾ എടുത്ത് മൈക്രോസ്കോപ്പിക്ക് വിട്ടാൽ കേസുകൾ മിസ് ചെയ്യാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പൊ എങ്ങാനും മൈക്രോസ്കോപ്പി ആണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ മൈക്രോസ്കോപ്പിയിൽ ഒരു നെഗറ്റീവ് വരുന്നു, അതിനുശേഷം പേഷ്യന്റ് സിംറ്റമാറ്റിക് ആണെങ്കിൽ ഉറപ്പായിട്ടും അടുത്ത തവണ ആ പേഷ്യന്റിന്റെ സാമ്പിൾ നാറ്റിന് വേണ്ടി വിടണം. ഒരിക്കലും ഒരു നെഗറ്റീവ് മൈക്രോസ്കോപ്പി റിസൾട്ട് വെച്ചിട്ട് ഡയഗ്നോസ്റ്റിക് അൽഗോരിതം സ്റ്റോപ്പ് ചെയ്യരുത്. ദിസ് ഇസ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് പോയിന്റ് ഇഫ് യു റിലൈ ഓൺ മൈക്രോസ്കോപ്പി. നെക്സ്റ്റ് വൺ CBNAT ട്രൂനാറ്റ്. CBNAT എന്ന് പറയുന്നത് ഒരു അമേരിക്കൻ മെയ്ഡ് കമ്പനിയാണ്. വളരെ ഈസിയാണ് അത് സാമ്പിൾ പ്രോസസ് ചെയ്യാൻ. Anybody can do that test and fully automated ആണ്. And it has got a sensitivity of 85% and a specificity of 98%. അതിന്റെ ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കോസ്റ്റ് ആണ്. പക്ഷെ നമ്മളിപ്പോൾ പ്രോഗ്രാമിൽ നിന്ന് കൊടുക്കുന്നതുകൊണ്ട് ആ കോസ്റ്റ് ഒരിക്കലും പേഷ്യന്റിലേക്ക് എത്തില്ല. രണ്ടാമത്തെ കാര്യം, CBNAT മെഷീൻ വെക്കാനായിട്ട് എയർ കണ്ടീഷൻഡ് ആയിട്ടുള്ള റൂമും മറ്റു ചില ഫെസിലിറ്റീസും ഒക്കെ വേണം. ആൻഡ് എക്സ്ട്രാ പൾമണറി സാമ്പിൾസിന് നമ്മൾ CBNAT ആണ് പ്രിഫർ ചെയ്യുന്നത്. ട്രൂനാറ്റ് കുറച്ചുകൂടി ഫീൽഡ് ഫ്രണ്ട്ലി ആണ്. നമുക്ക് ഇതുപോലെ എയർ കണ്ടീഷൻഡ് റൂം ഒന്നും വേണ്ട, എല്ലായിടത്തും ഒരു ഡെസ്ക്ടോപ്പ് മെഷീൻ ആയിട്ട് നമുക്ക് ട്രൂനാറ്റ് വെക്കാം. കമ്പയറബിൾ ടു CBNAT ആണ് അതിന്റെ സെൻസിറ്റിവിറ്റി സ്പെസിഫിസിറ്റി. ആൻഡ് അടുത്ത ഒരു കാര്യം, ഇത് ബാറ്ററി ഓപ്പറേറ്റഡ് ആണ്. അതുപോലെ UPS, CBNAT ആണെങ്കിൽ UPS ഒക്കെ വേണ്ടി വരും. ഇവിടെ അതിന്റെ ആവശ്യമില്ല, ബാറ്ററി ഓപ്പറേറ്റഡ് ആണ്.
ഒറ്റ കാര്യമുള്ളൂ, CBNAT അത്രയും ഫുള്ളി ഓട്ടോമേറ്റഡ് അല്ല. അതുകൊണ്ട് ഒരു ലാബ് ടെക്നീഷ്യൻ കുറച്ചുകൂടി ട്രെയിൻഡ് ആയിരിക്കണം, കുറച്ചുകൂടി ശ്രദ്ധിച്ച് ചെയ്യേണ്ട ഒരു ടെസ്റ്റ് ആണ് TrueNAT MDB എന്ന് പറയുന്നത്. ഇനി ഈ പറയുന്ന ടെസ്റ്റ് മോളിക്കുലർ ലൈൻ പ്രോബ് അസേ എന്ന് പറയുന്ന ടെസ്റ്റ് ഞാൻ നേരത്തെ പറഞ്ഞ കൂട്ട് തിരുവനന്തപുരത്തുള്ള ഇന്റർമീഡിയറ്റ് റെഫറൻസ് ലബോറട്ടറിയിലും കോഴിക്കോടുള്ള കൾച്ചർ ആൻഡ് DSC ലബോറട്ടറിയിലുമാണ് ചെയ്യുന്നത്. അതിന്റെ സെൻസിറ്റിവിറ്റി 97% ആണ്, സ്പെസിഫിസിറ്റി 98% ആണ്. അതിന്റെ കൂടെ ഉള്ളത് കുറച്ച് ഹൈ എൻഡ് പോയിന്റ് ആണ്, അതിൽ നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട കാര്യമില്ല. അടുത്തത് ഗോൾഡ് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള നമ്മുടെ കൾച്ചർ ആണ്. അപ്പോൾ ഇറ്റ് ഈസ് ദ മോസ്റ്റ് സെൻസിറ്റീവ് ആൻഡ് സ്പെസിഫിക് ടെസ്റ്റ്. പക്ഷെ അതിൽ ഒരു പോയിന്റ് ഉണ്ട്, അതേപോലെ ക്വാളിറ്റി ഉള്ള സാമ്പിൾസ് വരുമ്പോൾ മാത്രമേ നമുക്ക് ഇതിനെ ഗോൾഡ് സ്റ്റാൻഡേർഡ് എന്ന് പറയാൻ പറ്റൂ. ഇപ്പോൾ തന്നെ പലപ്പോഴും പെരിഫറിയിൽ ഒരു കേസിൽ കൺഫ്യൂഷൻ വരുമ്പോൾ അവിടുന്ന് ഒരു സാമ്പിള് ആസ് പെർ അൽഗോരിതം നമ്മുടെ IRLO CNDSCയിലോട്ട് വരും. അത് കൾച്ചർ നെഗറ്റീവ് ആവുന്നു എന്നുള്ള പേരിൽ പലപ്പോഴും ഓക്കെ പേഷ്യന്റ് നെഗറ്റീവ് ആണെന്ന് നമ്മൾ ഇന്റർപ്രറ്റ് ചെയ്യും. പക്ഷെ അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പലപ്പോഴും വരുന്ന സാമ്പിള് ഒരു 4-5 ദിവസം പുവർ സ്റ്റോറിംഗ് കണ്ടീഷനിൽ പെരിഫറിയിൽ ഇരുന്ന് അതിനേക്കാളും ഈ നേരത്തെ പറഞ്ഞിട്ടുള്ള ഐസ് പാക്കോ ഒന്നും ഇല്ലാതെ ഒരു കാർഡ്ബോർഡ് ബോക്സിൽ ട്രാൻസ്പോർട്ട് ചെയ്തിട്ടായിരിക്കും തിരുവനന്തപുരത്തോ കോഴിക്കോടോ എത്തുന്നത്. അതും കൊറിയർ കമ്പനിക്കാര് അത്രമാത്രം ശ്രദ്ധയോടെ ആയിരിക്കില്ല. ബിക്കോസ് നമ്മൾ പോലും അത്ര കാര്യമായിട്ട് അതിനെ പാക്ക് ചെയ്തിട്ടില്ല. അത് ഡീൽ ചെയ്യുന്നതിൽ കുറച്ച് അശ്രദ്ധയൊക്കെ ഉണ്ടാവും. ഫൈനലി നമുക്ക് ഈ പറയുന്ന കൂട്ട് കമന്റ് സെൽസ് ഒക്കെ ഓവർഗ്രോ ചെയ്ത ഒരു സാമ്പിൾ ആയിരിക്കും ഈ രണ്ടിടത്തും കിട്ടുന്നത്. ആൻഡ് ഫൈനലി ദ റിസൾട്ട് വിൽ ബി ഡെഫിനറ്റ്ലി നെഗറ്റീവ്. അപ്പൊ അത് കാരണം പേഷ്യന്റിന് TB ഇല്ല എന്ന് നമുക്ക് അനുമാനിക്കാൻ പറ്റില്ല. സോ ഓൾവേസ് എൻഷുർ നിങ്ങൾ ഒരു സാമ്പിൾ കൾച്ചറിന് വേണ്ടി വിടുമ്പോൾ ഈ പറയുന്ന എല്ലാ നോംസും കൃത്യമായിട്ട് ഫോളോ ചെയ്തിരിക്കണം. ഇവിടെ നമ്മൾ ലിക്വിഡ് കൾച്ചർ ആണ് ഇന്ന് നമ്മൾ പ്രോഗ്രാമിൽ മെയിൻ ആയിട്ട് ഫോളോ ചെയ്യുന്ന. സോളിഡ് കൾച്ചർ ഒരു ബാക്കപ്പ് ആയിട്ട് മാത്രമേ ചെയ്യുന്നുള്ളൂ. നമ്മളൊക്കെ പണ്ട് പഠിച്ചിട്ടുള്ള LJ മീഡിയത്തിലുള്ള കൾച്ചർ ബാക്കപ്പ് ആയിട്ടേ ചെയ്യുന്നുള്ളൂ. ലിക്വിഡ് കൾച്ചറിലാണ് കുറെ കൂടെ ഗ്രോത്ത് ഫാസ്റ്റർ ആണ്, കുറെ കൂടെ യൂസർ ഫ്രണ്ട്ലി ആണ്. അതുകൊണ്ട് നമ്മൾ മിജിറ്റ്, അതായത് മൈക്രോബാക്ടീരിയൻ ഗ്രോത്ത് ഇൻഡിക്കേറ്റർ ട്യൂബ് ബേസ്ഡ് ആയിട്ടുള്ള ലിക്വിഡ് കൾച്ചർ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ ദിസ് ഇസ് ദ സമ്മറി ഓഫ് കറന്റ്ലി അവൈലബിൾ ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ്. സ്പ്യൂട്ടം മൈക്രോസ്കോപ്പി ആണെങ്കിൽ നമുക്ക് MTB എന്ന് മാത്രമേ ഡിറ്റക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അടുത്ത കാര്യം, സെൻസിറ്റിവിറ്റി വളരെ കുറവാണ്. നാറ്റ് ടെസ്റ്റ് ഏത് TrueNAT ആണെങ്കിലും CBNAT ആണെങ്കിലും നമുക്ക് MTB ആണെന്നും കണ്ടുപിടിക്കാൻ പറ്റും. കൂടെ റിഫാംബസിൻ റെസിസ്റ്റൻസും കണ്ടുപിടിക്കാൻ പറ്റും. കുറച്ചുകൂടി ഹൈ സെൻസിറ്റിവിറ്റി ഉണ്ട്. ഇനി LPA എന്ന് പറയുന്നത് തന്നെ 2 തരത്തിലുണ്ട്. ഫസ്റ്റ് ലൈൻ LPA ഉണ്ട്, സെക്കൻഡ് ലൈൻ LPA ഉണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച മാതിരി ഇത് രണ്ടും ആകെ IRL തിരുവനന്തപുരത്തും CNDSC ലാബ് കോഴിക്കോടും ആണ് ചെയ്യുന്നത്. ഫസ്റ്റ് ലൈൻ LPA എന്ന് പറയുന്ന ടെസ്റ്റ് കാരണം നമുക്ക് INH റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ പറ്റും, വിച്ച് ഈസ് ദ മോസ്റ്റ് കോമൺ ഡ്രഗ് റെസിസ്റ്റൻസ്. സെക്കൻഡ് ലൈൻ LPAയിലാണ് നമുക്ക് ഫ്ലൂറോക്വിനോളിനോ സെക്കൻഡ് ലൈൻ ഇൻജെക്ടബിൾസിനോ റെസിസ്റ്റൻസ് ഉണ്ടോ എന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്നത്. ആൻഡ് ലാസ്റ്റ് വൺ കൾച്ചർ ആൻഡ് നെക്സ്റ്റ് ലെവൽ ഓഫ് ഡ്രഗ്സിന്റെ എല്ലാം ഡ്രഗ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാനാണ് നമ്മൾ മിജിറ്റ് ആൻഡ് ഡ്രഗ് സെൻസിറ്റിവിറ്റി ടെസ്റ്റിംഗ് ചെയ്യുന്നത്. ഇതും ചെയ്യുന്നത് IRL തിരുവനന്തപുരത്താണ്. സോ ദിസ് ഈസ് ദ ഐഡിയൽ വർക്ക് ഫ്ലോ. നമ്മൾ പ്രോഗ്രാമിൽ ആഗ്രഹിക്കുന്ന സാമ്പിൾ കളക്ഷൻ ആൻഡ് ട്രാൻസ്പോർട്ടേഷന്റെ വർക്ക് ഫ്ലോ ആണ് ഈ പറയുന്നത്. ഒരു പെരിഫറൽ ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഒരു വ്യക്തിയെ അദ്ദേഹം പ്രിസംറ്റീവ് TB ആണെന്ന് നമ്മൾ ആദ്യം ടാഗ് ചെയ്യുന്നു. അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്നും 2 സ്പെസിമെൻ കളക്ട് ചെയ്യുന്നു. ഐഡിയലി ഒന്നുകിൽ ഒരു ഏർലി മോർണിംഗ് സാമ്പിൾ, പിന്നെ ഒന്നൊരു സ്പോട്ട് സാമ്പിൾ, പിന്നെ ഒരു ഏർലി മോർണിംഗ് സാമ്പിൾ. ഇനി പേഷ്യന്റിനെ വിട്ടുകളയാൻ നമുക്ക് ചാൻസ് ബുദ്ധിമുട്ടാണ്, ഇനി ഇദ്ദേഹത്തെ ഒന്നുകൂടെ കിട്ടാൻ പാടാന്നുണ്ടെങ്കിൽ നോ പ്രോബ്ലം, യു ഗോ ഫോർ 2 സൂപ്പർവൈസ്ഡ് സ്പോട്ട് സാമ്പിൾസ് 30 minutes എപ്പാർട്ട്. ആൻഡ് ഇത് 2 ഫാൽക്കൺ ട്യൂബിൽ കളക്ട് ചെയ്യണം. ട്രിപ്പിൾ ലെയർ പാക്ക് ചെയ്യുക, പേഷ്യന്റിന്റെ നിക്ഷയ ID ജനറേറ്റ് ചെയ്യുക. സാമ്പിൾ റിക്വസ്റ്റ് ഫോമിനകത്ത് പേഷ്യന്റെ ഏജ്, വയസ്സ്, ഫോൺ നമ്പർ, നിക്ഷയ ID, ബാക്കി ഡീറ്റെയിൽസ് എല്ലാം നിക്ഷയിൽ എൻ്റർ ചെയ്യുക. പ്രോപ്പർ സാമ്പിൾ ട്രാൻസ്പോർട്ടേഷൻ മെക്കാനിസം വഴി അത് നാറ്റ് സൈറ്റിലേക്ക് അയക്കുക. നാറ്റിൽ ഇതിനകത്ത് ഒരു സാമ്പിൾ അവരവിടെ പ്രോസസ് ചെയ്യുകയും ആ നാറ്റിൽ പോസിറ്റീവ് കിട്ടിയാൽ രണ്ടാമത്തെ സാമ്പിൾ ഈ പേഷ്യന്റിന് ഫർദർ ഏതെങ്കിലും ഡ്രഗ് റെസിസ്റ്റൻസ് ഉണ്ടോ എന്നറിയാനായിട്ട് IRLലേക്കോ കോഴിക്കോട് ലാബിലേക്കോ ആ നാറ്റ് സൈറ്റിൽ നിന്ന് തന്നെ അയക്കും.
ഒരു പോയിന്റ് പറയാനുള്ളത്, റിഫ് റെസിസ്റ്റൻസ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒരു പോസിറ്റീവ് TB കേസ് കിട്ടിയാൽ അടുത്ത സാമ്പിള് IRL-ലോ CNDST-ലോ പോകണം. ബിക്കോസ് മോസ്റ്റ് കോമൺ ഡ്രഗ് റെസിസ്റ്റൻസ് ഈസ് INH റെസിസ്റ്റൻസ്. ഇനി സെക്കൻഡ് സാമ്പിൾ നമ്മുടെ IRL-ലോ CNDST-ലോ വരുമ്പോൾ അവരതിന് ഫസ്റ്റ് ലൈൻ LPA സെക്കൻഡ് ലൈൻ LPA ആൻഡ് ഫർദർ DST എന്താണോ അവിടുത്തെ അൽഗോരിതം പ്രകാരം അവരതെല്ലാം ചെയ്ത് റിസൾട്ട് വരും. ദിസ് ഈസ് ദ ഐഡിയൽ സിനേറിയോ. ഇനി പലപ്പോഴും നടക്കുന്ന എന്താണെന്ന് വെച്ചാൽ, നമുക്കറിയാം ഒരുപക്ഷെ നമ്മൾ ഒരു 50 സാമ്പിൾ എടുക്കുമ്പോഴായിരിക്കും ഒരു പോസിറ്റീവ് കേസ് കിട്ടുന്നത്. അപ്പൊ എല്ലാവർക്കും ഒരു ഡൗട്ട് കാണും, അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന 49 ഫാൽക്കൺ ട്യൂബ് വേസ്റ്റ് ചെയ്യേണ്ട കാര്യമുണ്ടോ? ഒരു പോസിറ്റീവ് കേസ് കിട്ടുമ്പോൾ അടുത്ത സാമ്പിൾ കളക്ട് ചെയ്താൽ പോരെ എന്ന് കാണും. ഇപ്പം അങ്ങനെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അത് ഫോളോ ചെയ്യുന്നതിൽ പ്രശ്നമൊന്നുമില്ല. ദ ഓൺലി തിങ് ഈസ് ദാറ്റ് ആ പേഷ്യന്റിനെ ഡയഗ്നോസ് ചെയ്ത് ഐഡിയലി ട്രീറ്റ്മെന്റ് ഇനിഷ്യേഷന് മുമ്പ് ഉറപ്പായിട്ടും സെക്കൻഡ് സാമ്പിൾ നമുക്ക് കിട്ടിയിരിക്കണം. പേഷ്യന്റ് ട്രീറ്റ്മെന്റും തുടങ്ങി അദ്ദേഹം മെഡിക്കേഷൻ സ്റ്റാർട്ട് ചെയ്ത് പിന്നെ ഈ പറയുന്നോട്ട് ഒരുപാട് ഡിലേക്ക് ശേഷം ഒരു സാമ്പിള് IRL-ലേക്കോ CNDST-ലോട്ടോ അയച്ചാൽ ഉറപ്പായിട്ടും അത് നെഗറ്റീവ് ആയി പോവുകയും നമുക്കൊരു ഡ്രഗ് റെസിസ്റ്റന്റ് TB ഡയഗ്നോസ് ചെയ്യാനുള്ള ഓപ്ഷൻ അല്ലെങ്കിൽ ഓപ്പർച്യൂണിറ്റി മിസ് ആവുകയും ചെയ്യും. സോ പതുക്കെ എല്ലാ ജില്ലകളും എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷനും ഈ ഒരു ലെവലിലേക്ക് വരണം. അതായത് നാറ്റിനാണെങ്കിൽ പോലും 2 സാമ്പിൾസ് എടുക്കുക. ഒരു സാമ്പിൾ നാറ്റിൽ ടെസ്റ്റ് ചെയ്യുക, രണ്ടാമത്തെ സാമ്പിൾ ആ നാറ്റിൽ പോസിറ്റീവ് കിട്ടുവാണെങ്കിൽ ഉറപ്പായിട്ടും ഈ പറയുന്ന ഹൈ എൻഡ് ലബോറട്ടറീസിൽ വിടുക. ഇനി ഈ ഐഡിയൽ സിനാരിയുടെ അർത്ഥം മൈക്രോസ്കോപ്പി നിർത്തലാക്കും എന്നല്ല. ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു, നിങ്ങളുടെ ഫസ്റ്റ് പോയിന്റ് ഓഫ് ടെസ്റ്റ് മൈക്രോസ്കോപ്പി ആണെങ്കിൽ ഓക്കെ, യു ക്യാൻ ഡു മൈക്രോസ്കോപ്പി. പക്ഷെ മൈക്രോസ്കോപ്പിയിൽ നെഗറ്റീവ് കണ്ടതുകൊണ്ട് ഒരിക്കലും ആ പേഷ്യന്റിനെ വിട്ടുകളയരുത്. ഇഫ് ദ പേഷ്യന്റ് ഈസ് സിംറ്റമാറ്റിക്, ഡെഫിനറ്റ്ലി സെൻഡ് ദ നെക്സ്റ്റ് സാമ്പിൾ ഫോർ നാറ്റ്. സോ ഇതാണ് ഇപ്പോ പറഞ്ഞതിന്റെ സമ്മറി. ഒരു പ്രിസംറ്റീവ് TB കിട്ടുന്നു, അങ്ങനെയാണെങ്കിൽ നാറ്റ് ആണ് പ്രിഫർ ചെയ്യുന്നത്. ഇനി നാറ്റ് ഇല്ല, അവിടെ റിസോഴ്സ് ലിമിറ്റേഷൻ ഉണ്ടെങ്കിൽ ഗോ ഫോർ മൈക്രോസ്കോപ്പി ആൻഡ് ഐഡിയലി ചെസ്റ്റ് എക്സ്റേ. എന്നിട്ട് മൈക്രോസ്കോപ്പി പോസിറ്റീവ് ആയാൽ ഓക്കെ, MTB പോസിറ്റീവ് കിട്ടുന്നു, റിഫ് സെൻസിറ്റീവ് അടുത്ത മൈക്രോസ്കോപ്പി പോസിറ്റീവ് ആണെങ്കിൽ ഉറപ്പായിട്ടും സാമ്പിള് അടുത്ത നാറ്റിന് പോയേ പറ്റൂ, കാരണം റിഫ് റെസിസ്റ്റൻസ് ഉണ്ടോ എന്ന് അറിയണം. അതുപോലെ തന്നെ ഒരു സാമ്പിള് തിരുവനന്തപുരത്തേക്കോ കോഴിക്കോടേക്കോ പോകേണ്ടി വരും. നേരെ നിങ്ങൾ നാറ്റ ചെയ്യുന്നതെങ്കിൽ അപ്പോൾ തന്നെ നമുക്ക് റിഫിന്റെയും കൂടെ റിസൾട്ട് കിട്ടും. നെക്സ്റ്റ് സാമ്പിള് കോഴിക്കോടോ തിരുവനന്തപുരത്തോ പോകും. ഇനി ചെസ്റ്റ് എക്സ്റേ എടുക്കുന്നതിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ചാൽ, ചെസ്റ്റ് എക്സ്റേയിൽ എന്തെങ്കിലും ഒരു അബ്നോർമാലിറ്റി കണ്ടിട്ടുണ്ട്, വിത്ത് മൈക്രോസ്കോപ്പി നെഗറ്റീവ് ആണെങ്കിലും സാമ്പിള് നാറ്റിന് പോകണം. ഡ്രഗ് റെസിസ്റ്റന്റ് TBയെ കുറിച്ച് ഞാൻ സംസാരിക്കണോ വേണ്ടയോ എന്ന് ആലോചിക്കുകയാണ്. എനിബഡി ക്യാൻ ഒപ്പീൻ. ഈ അൽഗോരിതം ക്ലിയർ ആണോ? ആരെങ്കിലും ഒരാൾ മറുപടി പറയാമോ? ക്ലിയർ ആണ് മാഡം, ക്ലിയർ. ഓക്കെ, ഞാൻ നമ്മുടെ PhD ലെവലിൽ നിൽക്കുന്നതുകൊണ്ട് ഒരുപാട് ഡ്രഗ് റെസിസ്റ്റന്റ് TBയിലേക്ക് പോകുന്നില്ല. എന്നാൽ ഇതിൽ കിടക്കുന്ന വേർഡ്സ് ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഒരു കേസ് വരുന്നു, അതായത് ഞാൻ ഈ പറഞ്ഞ ലക്ഷണങ്ങൾ എന്തോ ഉള്ള ഒരു പ്രിസംറ്റീവ് TB കേസ്, പൾമണറിയോ എക്സ്ട്രാ പൾമണറി ആയിക്കോട്ടെ, നമ്മൾ ഒരുപാട് എഫേർട്ട് ഇട്ടു, പേഷ്യന്റിന് നല്ല ക്വാളിറ്റിയിലുള്ള സാമ്പിൾ കിട്ടുന്നു. സ്പ്യൂട്ട സാമ്പിൾ ആവാം, ടിഷ്യൂ സാമ്പിൾ ആവാം. എന്റെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ തൽക്കാലം നാറ്റ് ചെയ്യാൻ സൗകര്യമില്ല, മൈക്രോസ്കോപ്പിക്കാണ് ഞാൻ സാമ്പിൾ വിടുന്നത്. അങ്ങനെയാണെങ്കിൽ ഞാൻ മൈക്രോസ്കോപ്പിക്ക് സാമ്പിൾ വിടുന്നു. അത് പോസിറ്റീവ് ആയിട്ട് വന്നാൽ ഉറപ്പായിട്ടും പേഷ്യന്റിനെ ഞാൻ തിരിച്ചു വിളിക്കുന്നു. പേഷ്യന്റിന് ട്രീറ്റ്മെന്റ് ഇനിഷ്യേറ്റ് ചെയ്യുന്ന ദിവസം ആ പേഷ്യന്റെ കയ്യിൽ നിന്ന് 2 സാമ്പിളും കൂടെ കളക്ട് ചെയ്യുന്നു. അതിനകത്ത് ഒരു സാമ്പിള് ഞാൻ നാറ്റ് സൈറ്റിൽ വിടും റിഫാംബസിന് വേണ്ടിയിട്ട് ടെസ്റ്റ് ചെയ്യാൻ. അടുത്ത സാമ്പിള് ഏതർ നാറ്റ് സൈറ്റിൽ നിന്നോ അല്ലെങ്കിൽ എന്റെ ലാബിൽ നിന്നോ തിരുവനന്തപുരത്തേക്കോ കോഴിക്കോടേക്കോ മറ്റ് INH റെസിസ്റ്റൻസ് മുതലുള്ളത് കണ്ടുപിടിക്കാനായിട്ട് വിടും. ഇതാണ് ഞാൻ ആദ്യം മൈക്രോസ്കോപ്പിക്ക് ഒരു സാമ്പിൾ വിട്ടാ ചെയ്യുന്നത്. ഇനി ആ വിട്ട മൈക്രോസ്കോപ്പി നെഗറ്റീവ് ആണെന്നിരിക്കട്ടെ, പേഷ്യന്റിന് ഇപ്പോഴും സിംറ്റംസ് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ വീണ്ടും നാറ്റിന് സാമ്പിൾ വിടും. ഇനി മൂന്നാമത്തെ കാര്യം, ഈ പേഷ്യന്റിന് ഒരു സിംറ്റമോ ഉണ്ടായിരുന്നില്ല, പക്ഷെ ഒരു ഹൈലി വൾണറബിൾ പേഷ്യന്റ് വന്നപ്പോൾ ആ പേഷ്യന്റിന് ഞാൻ ഒരു ചെസ്റ്റ് എക്സ്റേ എടുത്തു. ചെസ്റ്റ് എക്സ്റേയിൽ ഞാൻ എന്തോ ഒരു അബ്നോർമാലിറ്റി കണ്ടു. ദാറ്റ് ഈസ് ഒരു ഡെഫിനറ്റ് ആയിട്ടുള്ള ഇന്റർപ്രിറ്റേഷൻ അല്ല, ഇറ്റ് ഈസ് നോട്ട് നോർമൽ എന്ന് മാത്രമേ എനിക്ക് റീഡ് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെയുള്ള ഒരു പേഷ്യന്റിനാണെങ്കിലും ഞാൻ സാമ്പിൾ എടുത്ത് നേരെ നാറ്റിന് വിടും.
ചെസ്റ്റ് എക്സ്റേ അബ്നോർമൽ ആണെങ്കിൽ ഞാൻ ഒരിക്കലും ആ സാമ്പിൾ മൈക്രോസ്കോപ്പിക്ക് വിടത്തില്ല. ചെസ്റ്റ് എക്സ്റേ അബ്നോർമൽ ആണെങ്കിൽ ഞാൻ അത് നാറ്റിന് വിടും. ഓക്കെ, സെയിം അൽഗോരിതം വിൽ ഫോളോ. അടുത്തത്, എന്റെ അടുത്ത് സാമ്പിൾ ട്രാൻസ്പോർട്ടേഷൻ മെക്കാനിസം ഉണ്ട്. എന്റെ ഇൻസ്റ്റിറ്റ്യൂഷന് എല്ലാ ദിവസവും അല്ലെങ്കിൽ ആഴ്ചയിൽ 2 ദിവസവും വന്ന് സാമ്പിൾ എടുത്തുകൊണ്ട് പോകുന്നുണ്ടെങ്കിൽ, എന്റെ കയ്യിൽ ആവശ്യത്തിന് ഫാൽക്കൺ ട്യൂബും ഉണ്ടെങ്കിൽ, ഞാൻ പേഷ്യന്റിനോട് അവിടെ ഇരുന്നിട്ട് എനിക്ക് 2 സാമ്പിൾ തരാൻ പറയും. 30 മിനിറ്റ് നിങ്ങൾ വെയിറ്റ് ചെയ്യൂ. ആദ്യം ഒരു സാമ്പിൾ തരൂ, രണ്ടാമതൊരു സാമ്പിൾ തരാൻ പറയും. ഈ 2 സാമ്പിളും കൂടെ ഞാൻ എന്റെ ഡെസിഗ്നേറ്റഡ് ആയിട്ടുള്ള നാറ്റ് സൈറ്റിൽ വിടുന്നു. അവിടെ വെച്ചിട്ട് ആ നാറ്റ് സൈറ്റിൽ ഒരു സാമ്പിൾ പോസിറ്റീവ് ആവുന്നു. എനിക്ക് ഇൻഫർമേഷൻ കിട്ടുന്നു പേഷ്യന്റ് ഏതായാലും പോസിറ്റീവ് ആണെന്ന്. അപ്പൊ ഞാൻ ഈ സൈഡിൽ കൂടെ പേഷ്യന്റ് ട്രീറ്റ്മെന്റ് എല്ലാം സ്റ്റാർട്ട് ചെയ്യും. മീൻ വൈൽ ഈ നാറ്റ് സൈറ്റിൽ നിന്ന് ഈ പേഷ്യന്റെ രണ്ടാമത്തെ സാമ്പിള് തിരുവനന്തപുരത്തോ കോഴിക്കോടുള്ള ലാബിലോ പോകുന്നു. ഇനി ഈ പറയുന്ന നാറ്റ് ചെയ്തപ്പോൾ റിഫ് സെൻസിറ്റീവ് ആണ്. തിരുവനന്തപുരത്തോട്ടോ അല്ലെ കോഴിക്കോടേക്കോ വിട്ട സാമ്പിളിനകത്ത് INH സെൻസിറ്റീവ് ആണെങ്കിൽ അതൊരു ഡ്രഗ് സെൻസിറ്റീവ് TB ആണ്. ഇനി ഇവിടെ ചെയ്തപ്പോൾ റിഫ് സെൻസിറ്റീവ് ആണ്, പക്ഷെ IRL-ലും CNDST-ലോ ചെന്നപ്പോൾ അതിനകത്ത് H റെസിസ്റ്റൻസ് കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ അതൊരു H മോണോ ഓർ പോളി ഡ്രഗ് റെസിസ്റ്റന്റ് TB കേസായിട്ട് ടാഗ് ചെയ്യും. ഇനി അവിടെ ചെന്ന് അപ്പോൾ ഫസ്റ്റ് ലൈൻ LPAയിലാണ് ഈ പേഷ്യന്റിന് H റെസിസ്റ്റൻസ് കണ്ടുപിടിച്ചത്. അപ്പോൾ ഉറപ്പായിട്ട് ഈ സാമ്പിൾ എടുത്ത് അവര് സെക്കൻഡ് ലൈൻ LPAയും കൂടെ ചെയ്യും. സെക്കൻഡ് ലൈൻ LPA ചെയ്തപ്പോൾ കാണാം ഫ്ലൂറോക്വിനോളോൺ സെൻസിറ്റീവ് ആണ്, ഈ പേഷ്യന്റ് റിഫ് റെസിസ്റ്റന്റ് ആണ് എന്നുണ്ടെങ്കിൽ അദ്ദേഹം ഒരു MDR RR TB കേസ് ആവും. മൾട്ടി ഡ്രഗ് റെസിസ്റ്റന്റ് TB കേസ് അല്ലെങ്കിൽ റിഫാംബസിൻ റെസിസ്റ്റന്റ് TB കേസ് ആവും. INH കൂടെ ഉള്ളപ്പോഴാണ് നമ്മൾ അതിനെ മൾട്ടി ഡ്രഗ് റെസിസ്റ്റന്റ് TB കേസ് എന്ന് പറയുന്നത്. ഇനി ഈ റിഫാംബസിൻ റെസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരാള് തിരുവനന്തപുരത്തോ കോഴിക്കോടോ അദ്ദേഹത്തിന്റെ സാമ്പിൾ എത്തിയപ്പോൾ FQവും കൂടെ റെസിസ്റ്റന്റ് ആയിപ്പോയി സെക്കൻഡ് ലൈൻ LPAയില്. അങ്ങനെയാണെങ്കിൽ അദ്ദേഹം പ്രീ XDR അല്ലെങ്കിൽ എക്സ്ട്രീംലി ഡ്രഗ് റെസിസ്റ്റന്റ് TBയിലേക്ക് വരും. ഇനി ഇത് ബാർ XDR TB അല്ല, ഇനി അടുത്ത ലെവൽ ഓഫ് ഗ്രൂപ്പ് A ഡ്രഗ്സും കൂടെ റെസിസ്റ്റൻസ് വരുമ്പോഴാണ് നമ്മൾ XDR TB എന്ന് വിളിക്കുന്നത്. ഇത് ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ, ഇതിൽ കിടക്കുന്ന ടേംസ് മനസ്സിലാവാൻ വേണ്ടി മാത്രം. നാളെ ട്രീറ്റ്മെന്റും കൂടെ കഴിയുമ്പോഴത്തേന് കുറച്ചുകൂടി ക്ലിയർ ആവും. സോ ദിസ് ഇസ് ദ സമ്മറി. നമ്മുടെ ഏതൊരു ഇൻസ്റ്റിറ്റ്യൂഷനിലും ദർ മസ്റ്റ് ബി ആൻ AIC ഹെൽപ്പ് ഡെസ്ക്. നമ്മൾ ഇതിന് പറഞ്ഞുകൊണ്ടിരുന്ന പേര് കഫ് കോർണർ ആണ്. പലരും ആ പേരിനെ മിസ്ഇന്റർപ്രറ്റ് ചെയ്തുകൊണ്ട് ഞങ്ങളിപ്പോൾ ആ പേര് പറയുന്നില്ല. AIC ഹെൽപ്പ് ഡെസ്ക് എന്ന് പറഞ്ഞാൽ പേഷ്യന്റിന്റെ ഫസ്റ്റ് പോയിന്റ് ഓഫ് കോണ്ടാക്ട്, അതായത് OP ടിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്ന സ്ഥലം അല്ലെങ്കിൽ ടോക്കൺ എടുക്കുന്ന സ്ഥലത്ത് തന്നെ എയർബോൺ ഇൻഫെക്ഷൻ കൺട്രോളിനെ കുറിച്ചുള്ള ഒരു ഹെൽപ്പ് ഡെസ്ക് കാണും. അത് ചിലപ്പോൾ എ ഗ്രൂപ്പ് ഓഫ് IEC മെറ്റീരിയൽസ് ആയിരിക്കും. അവിടെ നമ്മൾ മാസ്ക് പ്രൊവൈഡ് ചെയ്യും. അല്ലെങ്കിൽ ഈ പറയുന്ന കൂട്ട് OP ടിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്ന സ്റ്റാഫ് ആരാണോ അവര് ഈ പേഷ്യന്റിന് 4 സിംറ്റം സ്ക്രീനിങ് ചെയ്യും. ഐഡിയലി അവർക്ക് ക്യൂ ബൈപ്പാസ് ആണ് നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നത്. പക്ഷെ ഒരു ബിസി OPയിൽ ക്യൂ ബൈപ്പാസ് ചിലപ്പോൾ എപ്പോഴും പ്രാവർത്തികമായിരിക്കത്തില്ല. പക്ഷെ കൺസിഡറിങ് ദ എയർബോൺ ഇൻഫെക്ഷൻ കൺട്രോൾ മെഷേഴ്സ് അത് ചെയ്യാൻ പറ്റിയ വളരെ നല്ല കാര്യം. ആൻഡ് നെക്സ്റ്റ് വൺ, ഡെഫിനറ്റ്ലി നമ്മുടെ ഹോസ്പിറ്റലിൽ സ്റ്റെപ്പ് ഇൻ ചെയ്യുന്ന എല്ലാവരെയും 4 സിംറ്റം കോംപ്ലക്സിന് വേണ്ടി സ്ക്രീൻ ചെയ്യണം. അതിനുവേണ്ടി ഞാൻ നേരത്തെ ആലപ്പുഴ ജനറൽ ഹോസ്പിറ്റലിൽ യൂസ് ചെയ്യുന്ന കൂട്ടുള്ളൊരു സീല് നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാം, അല്ലെങ്കിൽ DTCയോട് അങ്ങനെ ഒരു സീല് പ്രിപ്പയർ ചെയ്യാൻ പറയാം. നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും എത്രമാത്രം അഡീഷണൽ കേസുകളെ നിങ്ങൾ കണ്ടുപിടിക്കാൻ പറ്റും എന്നുള്ള കാര്യം. ഇനി നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഒരു ഡെസിഗ്നേറ്റഡ് സാമ്പിൾ കളക്ഷൻ ഏരിയ വേണം, അവിടെ ഒരു വാഷ് ബേസിൻ വേണം, അവിടെ ഒരു IEC മെറ്റീരിയൽ വേണം. എല്ലാ പേഷ്യൻസിന്റെ കയ്യിൽ നിന്നും ഐഡിയലി 2 സൂപ്പർവൈസ്ഡ് സ്പോട്ട് സാമ്പിൾ എടുക്കുക. റിസോഴ്സ് ലിമിറ്റേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു സ്പോട്ട് സാമ്പിൾ. ഒരിക്കലും പേഷ്യന്റിനോട് മറ്റൊരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ പോകും നിങ്ങൾ സാമ്പിൾ അവിടെ കൊണ്ട് കൊടുക്കൂ എന്ന് പറയരുത്. പേഷ്യൻസ് പോകില്ല, വി വിൽ മിസ് ദ പേഷ്യന്റ്. നെക്സ്റ്റ്, നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ ആവശ്യത്തിന് ഫാൽക്കൺ ട്യൂബ് അല്ലെങ്കിൽ മൈക്രോസ്കോപ്പിയാണ് നിങ്ങൾ ചെയ്യുന്നെങ്കിൽ മൈക്രോസ്കോപ്പി, സ്പ്യൂട്ടം കപ്പുകൾ, പിന്നെ പാക്കിംഗ് മെറ്റീരിയൽസ് ഫോർ ട്രിപ്പിൾ ലെയർ പാക്കിംഗ്, ഇതെല്ലാം ഉണ്ട് എന്നുള്ളത് എൻഷുർ ചെയ്യുക. 5, പ്രിസംറ്റീവ് TB കേസുകളെ നിക്ഷയിൽ എൻറോൾ ചെയ്ത ശേഷം മാത്രം സാമ്പിളുകൾ നാറ്റ് ടെസ്റ്റിങ്ങിന് വിടുക. കാരണം അവിടുത്തെ ലാബ് ടെക്നീഷ്യന് എല്ലാത്തിന്റെ എൻറോൾമെന്റും മാനേജ്മെന്റും കൂടെ ചെയ്യാൻ പറ്റത്തില്ല. അവരുടെ വർക്ക് ടൈം കോംപ്രമൈസ്ഡ് ആവും. ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്, നിങ്ങൾ റെഫർ ചെയ്യുന്ന കേസുകളുടെ നിങ്ങൾക്ക് തന്നെ അത് നിങ്ങളുടെ അക്കൗണ്ടിൽ നിങ്ങൾ ഇടുന്ന എഫർട്ട് വരണം എന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ തന്നെ എൻറോൾ ചെയ്യണം. അതർവൈസ് ഇതെല്ലാം നാറ്റ് ഫെസിലിറ്റിയുടെ എഫർട്ടായിട്ട് മാറും. So ideally you enroll the case and send the sample for testing.
ആറാമത്തെ കാര്യം സാമ്പിൾ റിക്വസ്റ്റ് ഫോം വിത്ത് ബേസിക് ഡീറ്റെയിൽസ് വിത്ത് നിക്ഷ ഐ.ഡി. ഞാൻ വീണ്ടും റെഫർ ചെയ്ത് പറയുന്ന പോയിന്റ് ഇതാണ്. പേഷ്യന്റ് ഷോൾ നെവർ ബി ആസ്ക്ഡ് ടു ഗോ ടു അനദർ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ TB ടെസ്റ്റിംഗ്. യു വിൽ മിസ് ദ ഓപ്പർച്യൂണിറ്റി ടു ഡയഗ്നോസ് ദ പേഷ്യന്റ് ഡ്യൂറിംഗ് ഏർലി ഫേസ് ഓഫ് ഡിസീസ്. ഇനി നമ്മൾ ആ വിട്ട സാമ്പിളിനകത്ത് ആദ്യത്തെ സാമ്പിൾ നാറ്റിൽ തന്നെ വിധേയമാവും. അവിടെ റിഫാംബസിൻ റെസിസ്റ്റന്റ് ആണോ സെൻസിറ്റീവ് ആണോ നോക്കും. ആദ്യത്തത് മൈക്കോബാക്ടീരിയൻ TB പോസിറ്റീവ് ആയിട്ട് വന്ന രണ്ടാമത്തെ സാമ്പിൾ അവിടുന്ന് തന്നെ IRL-ലേക്കോ CNDSC ലാബിലേക്കോ വിടും. ഇനി മൈക്രോസ്കോപ്പി ആയിക്കോട്ടെ, ട്രൂനാറ്റ് ആയിക്കോട്ടെ, CBNAT ആയിക്കോട്ടെ, ഏത് ടെസ്റ്റ് ആണെങ്കിലും പേഷ്യന്റ് ഈ സ്റ്റിൽ സിംറ്റമാറ്റിക് ആണ് ഈവൻ ആഫ്റ്റർ 2 weeks ഓഫ് ആന്റിബയോട്ടിക് ട്രീറ്റ്മെന്റ് എങ്കിൽ ഉറപ്പായിട്ടും ടെസ്റ്റ് റിപ്പീറ്റ് ചെയ്യണം. ഒരിക്കൽ നെഗറ്റീവായ ടെസ്റ്റ് റിസൾട്ടുമായിട്ട് ഒരു പേഷ്യന്റ് ഇപ്പോഴും കഫോ അല്ലെങ്കിൽ ഈ പറയുന്ന സിംറ്റംസോ ആയിട്ട് വന്നാൽ പഴയ ടെസ്റ്റിനെ റിലേ ചെയ്യരുത്. ഒരുപാട് ഫാക്ടേഴ്സ്, എസ്പെഷ്യലി ക്വാളിറ്റി ഓഫ് സാമ്പിൾ ആൻഡ് ദ ക്വാളിറ്റി ഓഫ് അവർ ട്രാൻസ്പോർട്ടേഷൻ, നമ്മുടെ ടേൺ അറൌണ്ട് ടൈം, ഇതെല്ലാം ഒരു റിസൾട്ടിനെ ബാധിക്കുന്ന കാര്യമാണ്. ഒരിക്കലും റിസൾട്ട് നോക്കരുത്, പേഷ്യന്റ് സിംറ്റമാറ്റിക് ആണോ എന്ന് നോക്കുക. ദിസ് ഇസ് വൺ പോയിന്റ്. ഞാനിവിടെ സംസാരിച്ചത് മൊത്തം ഐഡിയൽ സിനേറിയോ ആണ്. അതായത് TB എലിമിനേഷനിലേക്ക് പോകുമ്പോൾ കേരളം കൃത്യമായിട്ട് എന്താണോ ഫോളോ ചെയ്യേണ്ടത് എന്നാണ് സംസാരിച്ചത്. എവിടെയെങ്കിലും റിസോഴ്സ് ലിമിറ്റേഷൻ കാരണം ചെറിയ മോഡിഫിക്കേഷൻ, അതായത് ഒരു സാമ്പിൾ എടുത്താൽ മതി, അല്ലെങ്കിൽ നിങ്ങൾ ആദ്യം മൈക്രോസ്കോപ്പിക്ക് വിട്ടാൽ മതി, സിംറ്റം പെർസിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നാറ്റിന് വിട്ടാൽ മതി എന്നൊക്കെ പല ജില്ലകളിലും പെർസിസ്റ്റ് ചെയ്യുന്നുണ്ടാവാം. ചിലപ്പോൾ കൺസ്യൂമബിൾ ഷോർട്ടേജ് വരുമ്പോൾ നമ്മൾ പോലും നാറ്റ് തൽക്കാലം ചെയ്യേണ്ട, തൽക്കാലം മൈക്രോസ്കോപ്പിലേക്ക് ചെയ്യാന്ന് പറയേണ്ട സിറ്റുവേഷൻസ് വരാറുണ്ട്. സോ എല്ലായ്പ്പോഴും നമ്മുടെ കൺസേൺഡ് STLS, അതായത് സീനിയർ TB ലാബ് സൂപ്പർവൈസറോ STSO ആയിട്ട് കോണ്ടാക്ട് ഉണ്ടാവുക.